നീ പറഞ്ഞ സന്തോഷിച്ച് ക്ഷീണിച്ചു പോയെന്നാ. ടയർഡായി പോയി, സന്തോഷിച്ചിട്ട് ടയർഡായി പോയി. പൂജ ചെയ്ത് ഒരു താടി വെച്ച ഒരാൾ ഇറങ്ങി വരുമ്പോൾ ഞാൻ എടാ നീയാന്നുള്ളതാണ്. കാരണം ഇവൻ നമ്മൾ കോളേജിൽ ഇവൻ SFI ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ അപ്പോൾ തീപ്പുരി ആയിട്ടുള്ള നേതാവായിട്ടുള്ള ഒരുത്തൻ പൂജ ഇലച്ചി ഇന്ത്യയിൽ പ്രസംഗം തരാണ്. അപ്പൊ ഒക്കെ നമ്മുടെ ഇതല്ലേ. അപ്പൊ അത് പക്ഷെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. ഞാൻ പാലിച്ചത് ഒരു ഏത്തിസ്റ്റ് ആയിട്ടുള്ള ഒരാള് നിവൃത്തിയില്ലാതെ പൂജരെ എന്ത് ഉണ്ടാവും. നമ്പൂതിരിയായിട്ടുള്ള ഒരാൾ ഏത്തിസ്റ്റ് ആയിരുന്നു, അയാൾ പൂജാരിയാണെങ്കിൽ. നിവിനും റിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ സേഫായി. നമ്മൾ അതിന്റെ അഡ്ജസ്റ്റ് മാത്രം നോക്കിയാൽ മതി. സേഫ് ആണോ അത് പതിപ്പിച്ചാൽ മാത്രം മതി. അതിന് തീരെ ഈഗോ ഇല്ല. അത് ഭയങ്കര അപ്രീഷിയേറ്റ് കാര്യമാണ്. ഒരു എന്ത് പറഞ്ഞാലും നമുക്ക് ഞാൻ അജു അത് വേണ്ട കുറച്ച് കുറയ്ക്കൂ, അതിന്റെ പകുതി എന്നൊക്കെ പറഞ്ഞാൽ അജു അത് പകുതിയാകും. ഞാൻ ഫാനായി പോയി അജുവിന്റെ സിനിമ. ധ്യാനും വിനീതും പോലെ ബുദ്ധിയുള്ള മക്കളുണ്ടായെന്നുള്ളത് അങ്കിളിന്റെ തോട്ട്സ് ഒക്കെ അവർ ഓർത്ത് വെക്കുന്നുണ്ട്. ഞാൻ ഞെട്ടിപ്പോകുന്നു. വിനീതും ധ്യാനും പറയുന്ന വാക്കുകൾ അച്ഛൻ ഇങ്ങനെ പറയുന്നൊക്കെ പറയുമ്പോൾ അങ്കിൾ പറയുന്ന വാക്കുകൾ അവർ സൂക്ഷിച്ചിട്ട് അവർ നമുക്ക് തരാണ്. അപ്പൊ അവരകത്ത് അങ്കിളിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് സമാധാനം. ഇന്നസെന്റുകളെ നമുക്ക് ഞാൻ ഇപ്പോഴും ഫോണിൽ കാണാറില്ല ഇന്നസെന്റുകളുടെ. കാരണം അത് ഞാനായിട്ട് ഏറ്റവും ആകെ അടുപ്പമുള്ള ഒരു ഫിലിം ആക്ടർ അങ്കിളായിരുന്നു. അപ്പൊ അത് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. വീട്ടിലെ ബാക്കി 2 ഡയറക്ടേഴ്സിന് അസൂയുണ്ടോ? ഇല്ല, അത് സന്തോഷമുള്ളൂ. കാരണം അതെ, കാരണം അവർക്കാണ് കൂടുതൽ കോൾ വന്നിട്ടില്ല. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ ഞാൻ അനാവശ്യ പിശുകാരനെ പ്രീപെയ്ഡ് ആയതുകൊണ്ട് അങ്ങനെ കോളും എടുക്കാൻ പറ്റിയിട്ടില്ല ദുബായിൽ. പക്ഷെ അച്ഛനും അനൂപിനാണ് ഏറ്റവും കൂടുതൽ കോൾ വന്നത്. അപ്പൊ അതുകൊണ്ട് അവർ പ്രൗഡാണ്. സർവമായ ഡയറക്ടർ അഖിൽ സത്യൻ. അഖിൽ നമസ്കാരം. ഇപ്പൊ എന്താ തോന്നുന്നേ? ഇപ്പൊ സർവം സമാധാനം. സമാധാനം മാത്രമാണോ? ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് ഉണ്ട്. അത് പക്ഷെ ഞാൻ നിവിനോടും പറയുന്നു, നിവിന് പേടിയാണ്. ഞാൻ ഇടയ്ക്ക് ചില നല്ല ഷോട്ടൊക്കെ വരുമ്പോൾ ഞാൻ പറയും ഹിറ്റ് 100 കോടി എന്ന് പറയും. അപ്പൊ നിവിൻ അങ്ങനെ പറയല്ലേ എന്ന് പറയും. അപ്പൊ നിവിൻ പറയുന്നത് പണ്ട് അൽഫോൺസ് പറയുന്നത്, പ്രേമ ഷൂട്ട് ചെയ്യുമ്പോൾ അൽഫോൺസ് പറയുന്നത്, നിന്റെ ഇപ്പോഴത്തെ ലാസ്റ്റ് റെക്കോർഡ് എത്രയാ പടങ്ങളുടെ? 50 കോടി. നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യും. അപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ അപ്പൊ തന്നെ ദൈവമേ അഹങ്കാരമല്ല, ആഗ്രഹമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് സന്തോഷമാണ്. അതായത് BTS കാണുന്ന പോലെയാണ്, നമ്മൾ ഫുൾ ചിരിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഹാപ്പിനെസ്സിന് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ അത് അത്രയും ഹാപ്പിനെസ് തിരിച്ച് തരുന്നുള്ള ഒരു പ്രതീക്ഷയാണ് അത് കിട്ടി എന്നുള്ള സന്തോഷമുണ്ട്. ആദ്യം നമുക്ക് അതിന്റെ വിശേഷം പറയാം. അതായത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്താവട്ടെ, ഇനി ഇന്ത്യക്ക് പുറത്താവട്ടെ, അവിടെയൊക്കെ ഇങ്ങനെ കളം നിറഞ്ഞ് കളിക്കുകയല്ലേ. അവിടുത്തെ വിശേഷം എന്താ? US-ലും യൂറോപ്പിലും നല്ല കളക്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സന്തോഷമുള്ളത് ഒരു ലൗഡ് ആക്ഷൻ സിനിമയോ അല്ലെങ്കിൽ ഒരു വലിയ പൈസ കോരിക്കൊഴിച്ചുള്ള സിനിമയോ അല്ല. ഇതൊരു എന്ന് വെച്ചാൽ തീരെ പൈസ ചെലവാക്കാത്ത സിനിമയോ അല്ല കേട്ടോ. ഞാനിത് പടത്തിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഞാൻ പ്രൗഡാണ്. നല്ല സ്പെൻഡ് ചെയ്തുള്ള സിനിമയാണ് സർവമായ. പക്ഷേ ഈ ഇമോഷൻ, ഹ്യൂമർ ഇതെല്ലാം ഒരു കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളെല്ലാം അങ്ങനെയാണല്ലോ. നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള പ്രിയദർശനായാലും അച്ഛൻ്റെ സത്യനികാടായാലും എല്ലാം ആ ഒരു പാറ്റേൺ, ആ ഗ്രാമർ റീയൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മാജിക് ഡസ്റ്റ് ആഡ് ചെയ്തിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോർമുല വർക്കായി എന്നുള്ളത് ഭയങ്കര സന്തോഷമുണ്ട്. തിയേറ്ററിൽ ഒരു കളക്റ്റീവായിട്ട് ഒരു സ്പെക്ട്രം ഓഫ് ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ആസ് എ ഫിലിം മേക്കർ നമ്മളുടെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആണെന്നുള്ളൊരു വാലിഡേഷൻ ആണ് എനിക്ക്. അത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അതെ. അതും ഈ സിമ്പിൾ ഇമോഷൻസ് കൊണ്ട് ഇങ്ങനെ മാജിക് ഉണ്ടാക്കുക എന്നുള്ളത്. ഒരിടയ്ക്ക് എല്ലാവരും പറയുന്നു സിനിമയുടെ ലാംഗ്വേജ് മാറി, ഗ്രാമർ മാറി, ഇങ്ങനത്തെ സിനിമ എല്ലാം ആവശ്യം എന്നൊക്കെ. പക്ഷെ പ്യുവർ ഇമോഷൻസ് ആണെങ്കിൽ ആൾക്കാർ വരും എന്നുള്ളതിന് തെളിവാണ് അല്ലേ? അത് തരുന്ന റീഅഷുറൻസ്. പിന്നെ ഇത് ശരിക്കും ഇതിന്റെ ഒരു ഡിസൈൻ എന്നുള്ളത് ഇപ്പോൾ ആൾക്കാർ പറയല്ലോ ലാഗ് ഉണ്ടാവും, റീല് കാണുന്ന ഓഡിയൻസ് ആണ്, അവർക്ക് മനസ്സിന് ക്ഷമയില്ല, അങ്ങനെയൊന്നുമല്ല. പാച്ചു ശരിക്കും തിയേറ്ററിൽ അത്ര ഒരു പെർഫോം ചെയ്ത സിനിമയാണ്, ഒരു ആവറേജ് ഹിറ്റ് മാത്രമായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് പാച്ചു കഴിഞ്ഞിട്ട് OTT വന്ന പിന്നെ എനിക്ക് കുറെ പിള്ളേർ റീല് എഡിറ്റ് ചെയ്തിട്ട് അയക്കി വരുന്നു. ഞാൻ നോക്കുമ്പോൾ അവരുടെ പ്രായമെല്ലാം 20ഉം 18ഉം ആണ്. അപ്പൊ അവര് അയക്കുന്ന റീലെല്ലാം ഹംസധ്വനി സംസാരിക്കുന്നതും അല്ലെങ്കിൽ റിയാസും വെച്ചുള്ള സീനുകളൊക്കെയാണ്. അപ്പൊ അതൊന്നും പുറമത്തെ ആംഗിളിൽ ആൾക്കാരുടെ ക്രിഞ്ചാണ്. അപ്പൊ ഈ ക്രിഞ്ച് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല, ക്രിഞ്ച് എന്ന് പറയുന്നവർക്ക് ബേസിക് മനുഷ്യവികാരം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അതായിരിക്കും ഇമോഷണലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരായിരിക്കും അങ്ങനെ പറയുന്നത്. ഇപ്പൊ അവരൊരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അപ്പം മരിച്ചു, ക്രിഞ്ച് എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. സർവമയുടെ BTS കാണുന്ന സന്തോഷമൊക്കെ റിയൽ ആണെങ്കിലും അതിന്റെ റൈറ്റിംഗ് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഒരു പോയിന്റ് ഞാനും ഇവന് വഴക്കിട്ടുണ്ട്, ഇതെങ്ങോട്ട് എത്തില്ല എന്നുള്ള പോയിന്റ് ഉണ്ടായിട്ട് പടം ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഹാപ്പിലി നമുക്ക് സിനിമ മുന്നോട്ട് പോകാൻ പറ്റില്ല, രണ്ടു വഴിക്ക് പോകാൻ തീരുമാനിച്ചിട്ട് ഈ പടത്തിന്റെ ട്രസ്റ്റ് കൊണ്ട് മാത്രം തിരിച്ചു വന്നിട്ടാണ്.
ഓക്കെ. അപ്പൊ അത് എഴുതിയ ഒരു രൂപം അല്ല, എത്താത്തതിന്റെ. ഞാൻ എഴുതി കഴിഞ്ഞിരുന്നു. ഉം, അത് എനിക്ക് ശരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ നറേഷൻ ഒരെണ്ണം മോശമായിരുന്നു. ഉം, 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 നിവിനും ആ സമയത്ത് മാനസികമായിട്ട് അത്ര ഉം, നല്ല ടൈമിലായിരുന്നില്ല. ഉം, പുള്ളി വേറെ ഏതോ തോട്ടില്ല. ഞാൻ നറേറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് നന്നായിട്ട് പറയാനോ നിവിനത് റിസീവ് ചെയ്യാനോ പറ്റിയിരുന്നില്ല. ഉം, 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 പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഉം. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞാനും നിവിനും മെന്റലി കുറച്ച് പീസ്ഫുൾ ആയിരുന്നു. കാരണം Okay. ഞാനപ്പോൾ ഹൃദയപൂർവ്വത്തിൻ്റെ അതിൽ ഇൻവോൾവ് ആയിരുന്നു. ഉം, അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഒരു അനുഗ്രഹം പോലെയാണ് അച്ഛൻ ആ സമയത്ത് ഒരു സിനിമ എനിക്ക് അച്ഛൻ്റെ കൂടെ work ചെയ്യാം. തോട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. ഉം, ഉം, അപ്പം ഞാനും കുറച്ച് കാമായി. നിവിനും ആ സമയത്ത് നിവിൻ്റെ ബാക്കിയുള്ള പടങ്ങളുടെ എല്ലാം ഒന്ന് ക്ലീൻ ആയി. നിവിനും മനസ്സുകൊണ്ട് നല്ല സ്പേസിലേക്ക് വന്നു. ഓക്കെ, ഓക്കെ. അപ്പോൾ റാൻഡമായിട്ട് മീറ്റ് ചെയ്താണ് ട്രിവാൻഡ്രത്ത്. അതൊരു കാഷ്വൽ മീറ്റിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ കഥയൊന്നും മാറ്റിയിട്ടില്ല. കാര്യമായിട്ട് സീൻസ് തന്നെ പറഞ്ഞില്ല, തിരിച്ചു മറിച്ചിട്ടൊന്നുള്ളൂ. റൈറ്റ് ടൈം ആയിരുന്നു അതെ, പക്ഷേ ആ പ്രോപ്പർ നറേഷൻ നിവിന് ഭയങ്കര കൺവിൻസിങ്. അപ്പോൾ ആസ് എൻ ആക്ടർ പുള്ളി ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്. അപ്പോൾ അവിടെ നിവിൻ ഫുൾ റിസീവ് ചെയ്യുന്ന എനിക്ക് കാണാൻ പറ്റി. ഓക്കെ. അപ്പോൾ ചോദിക്കണം നമുക്ക് ഷൂട്ട് ചെയ്താലോ പറയുമ്പോൾ 10 ദിവസം പോലും എടുത്തിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു 3 ദിവസം ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ചോദിക്കാം. ഈ തിരുവനന്തപുരത്ത് കഥ പറഞ്ഞിട്ട് അതെ, ഫസ്റ്റ് Okay. പ്രോപ്പർ നറേഷൻ കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ് 3 ദിവസം ഫ്രീ ആണ്, ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് കഴിഞ്ഞ പടത്തിൽ എനിക്ക് അതായിരുന്നു ജോലി. കാരണം മീൻസ് അത് നമുക്കൊരു സ്കെഡ്യൂളിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എപ്പോഴും. അപ്പോൾ പിന്നെ കഴിഞ്ഞ പടത്തിന്റെ പാച്ചുവിലും അത്യാവശ്യം സ്കെഡ്യൂൾ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം നമുക്ക് നല്ല ടീമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാണ്ട് ചുമ്മാ ഒരു ബ്ലൈൻഡ് പ്രോമിസ് അല്ല അത്. ഞാൻ ആലോചിക്കുന്നത് 3 ദിവസം കൊണ്ട് ഈ പ്രബേന്ദ്ര എന്നുള്ള ക്യാരക്ടറിന്റെ ഫസ്റ്റ് എപ്പിസോഡ് സീൻ 1 മുതൽ സീൻ 3 വരെ ഷൂട്ട് ചെയ്യാം. പെർ ഡേ ഒരു സീൻ. അതോടെ ആ എപ്പിസോഡ് കഴിഞ്ഞു. അപ്പോൾ അത് പ്രാക്ടിക്കൽ ഓപ്ഷനാണ്, അത് പറ്റുന്നതാണ്. 10 ദിവസം മതി. നമ്മളിതിനു മുമ്പ് എനിക്കൊന്ന് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തുള്ള 10 വർഷമാണ് നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. 10 വർഷം സിനിമയിൽ വർക്ക് ചെയ്തുമ്പോൾ ഒരാൾക്ക് ഉണ്ടാവുന്ന ക്ലാരിറ്റിയാണ് അവിടെ പറഞ്ഞത്, യെസ് പറഞ്ഞത്. നിവിൻ്റെ ആംഗിളിൽ എനിക്ക് നിവിന് അത് കാണിച്ചു കൊടുക്കാൻ പറ്റി. തീരെ എഫേർട്ട് ഇല്ലാതെ പറയുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ വലിയൊരു ക്രൗഡിന്റെ 300 പേരുടെ ക്രൗഡിന്റെ സീൻ എടുത്തത്. എളുപ്പത്തിൽ സീൻ പോലും അല്ല, അത്ര സ്പെൻഡ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തത്. പക്ഷെ നിവിൻ അതിൽ ഭയങ്കര കൺവിൻസ്ഡ് ആയി. പിന്നെ നമ്മൾ ജൂൺ 1 തുടങ്ങാണ്. ജൂൺ 1 പിന്നെ തുടങ്ങുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ ജൂൺ 1 തുടങ്ങിയ സിനിമ 25 റിലീസായി. 6 മാസം പോലും വേണ്ടി വന്നില്ല. അപ്പോൾ പക്ഷെ ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പോൾ കുറെ പിന്നെ കുറെ കൂട്ടുകാർ ചെന്നുണ്ടാക്കുന്നതാണ്. കാരണം മെയിൻ സാധനം സോർട്ടഡ് ആയി. ഞാനും നിവിനും ചേർന്ന് നമ്മൾ ഒരു സാധനം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഹിറ്റ് ആവശ്യമാണ്. കാരണം നിവിനും ഒരു വിജയം ആവശ്യമാണ്, എനിക്ക് ആവശ്യമാണ്. അപ്പോൾ തിയേറ്ററിൽ ഹിറ്റ് എന്നുള്ള സാധനം രണ്ടുപേർക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ അന്നും പറഞ്ഞത് ഇത് ഇമോഷണലി ഹൈ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആൾക്കാർ ക്ലൈമാക്സിൽ വില്ലനെ കൊണ്ടുണ്ടാക്കുന്ന ഹൈറ്റിലോ റാൻഡം വെടിവെപ്പിലോ ഉണ്ടാക്കുന്ന ആ ഹൈ, അത് ഹൈ നല്ല ഹൈ ആണ്, അത് ഓക്കെ. പക്ഷെ ആ ഈക്വൽ ഹൈ നമുക്ക് ഇപ്പുറത്ത് ക്രിയേറ്റ് ചെയ്യാം ഇമോഷൻ വെച്ചിട്ട്. അതാണ് സറോമയുടെ ലാസ്റ്റ് 15 മിനിറ്റ് ശരിക്കും പറഞ്ഞാൽ മസാലയാണ്. പക്ഷെ അത് ഇമോഷണൽ കറക്റ്റ് കുറുക്കി കൊള്ളുന്ന അതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും പടത്തിന്റെ ലാസ്റ്റ് 15 മിനിറ്റ് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ എപ്പോഴും ഒരു ഫിലിം മേക്കർക്ക് ഒരു പടത്തിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടാവും. ഇതിലെത്ര ഹ്യൂമർ രസമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ലാസ്റ്റ് 10 മിനിറ്റ് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. അപ്പോൾ ആ ക്ലാരിറ്റിയാണ് നമ്മൾ ഇതൊക്കെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് വർക്കായി എന്നുള്ള സന്തോഷമുണ്ട്. ഈ 5 മാസത്തിൽ ഈ സിനിമ തീർന്നു എന്ന് പറയുമ്പോൾ ഞാൻ പാച്ചു ആലോചിക്കായിരുന്നു. നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കുമ്പോഴാണ് സിനിമ തുടങ്ങുന്നത്, കുട്ടീനെ ചേർക്കുമ്പോഴാണ്. അത് ആക്ച്വലി ഷൂട്ട് ഫസ്റ്റ് ഷോട്ട് എടുക്കും ആക്ഷൻ പറയുമ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നന്റ്. പടം റിലീസ് ചെയ്യുമ്പോൾ ഞാൻ അവന്റെ LKG സ്കൂൾ ബാഗ് വാങ്ങിച്ചു. അപ്പോൾ ആക്ഷൻ പറയുമ്പോൾ അവൻ ജനിച്ചിട്ടില്ല. പടം റിലീസ് ചെയ്യുമ്പോൾ അവൻ സ്കൂളിലായി. അപ്പൊ അത്രയും പിന്നെ കോവിഡ് വന്നിരുന്നു. പിന്നെ ഫഹദ് ആ സമയത്ത് ബാക്കി പടങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അപ്പോൾ പാച്ചു ശരിക്കും, പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയ സിനിമയാണ് പാച്ചു. സ്റ്റിൽ ഞാൻ അതിന്റെ തിയേറ്ററിക്കലി ഒരു ആവറേജ് ആണെങ്കിൽ പോലും അതിന്റെ ഒരു പോസ്റ്റ് OTT ഭയങ്കരമായിട്ട് എനിക്ക്. പിന്നെ പ്രൈം ആണെങ്കിലും പ്രൈം ആക്ച്വലി ഞാനൊരു പാർട്ടിക്ക് വിളിച്ചിരുന്നു. പാച്ചു കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് പ്രൈം ഒരു പാർട്ടിക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് പ്രൈമിന്റെ ഏറ്റവും ലിസ്റ്റ് ചെയ്ത പടങ്ങളിലൊന്ന് പാച്ചുവാണ്. അപ്പോൾ അതൊരു ഏഷ്യാനെറ്റിലായാലും അത്യാവശ്യം നല്ല വ്യൂഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എനിക്ക്, പക്ഷെ തിയേറ്ററിക്കലി പാച്ചുവിന് കിട്ടാത്ത ക്ഷീണമാണ് ഇപ്പോൾ തീരുന്നത്. അതെ അതെ. ഈ 5 മാസം എന്ന് പറയുമ്പോഴേ കേരളത്തിൽ വൃത്തിയായിട്ട് ക്ലൈമറ്റിന്റെ കൂടി കാലമായിരുന്നു, എന്നിട്ടും ഇത് തീർന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ക്രൗഡുള്ള സീനുകളൊക്കെ ഉണ്ടല്ലോ, തീർന്നു അല്ലേ? അങ്ങനെ ബുദ്ധിമുട്ടിച്ചില്ല? പ്രൊഡക്ഷനെ പറ്റി പറഞ്ഞാൽ മതിയോ? അതായത് രാജീവ് മേനോൻ അതുപോലെ അജയ് കുമാർ, ഈ 2 പേരാണ് ചെയ്തിട്ടുള്ളത്. അച്ഛൻ്റെ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇവര് നമുക്ക് ചെറുപ്പം മുതൽ അറിയുന്ന ആൾക്കാരാണ്, അച്ഛനായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള. അപ്പോൾ അവര് ട്രസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർക്ക് തന്നെ എന്തോ ഭയങ്കര വിശ്വാസമാണ്, എന്താണെന്നറിയില്ല. ആദ്യ സിനിമയാണ്. അപ്പോൾ അവര് കൈ വീശിയവരാണ്, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെയും നിവിനെയും ഭയങ്കര ട്രസ്റ്റാണ്. ഇത് നിങ്ങളുടെ സിനിമയാണ്, നിങ്ങൾ എടുത്തോളൂ എന്നാണ് പറയുന്നത്. നെയിം ഇറ്റ് ഹാവ് ഇറ്റ് ആണ് പറയുന്നതെല്ലാം. പറയുമ്പോൾ സറോമായിൽ കാണുന്ന ഇല്ലം എല്ലാവരും പറയുന്നുണ്ടല്ലോ, ആ ഇല്ലം സെറ്റാണ്.
ഓക്കെ 50 ലക്ഷം രൂപ ചെലവാക്കി ഉണ്ടാക്കിയ സെറ്റാണ്. 1/2 കോടി രൂപ സെറ്റാണത്. ഈ രഘുനാഥ് പലേരിയൊക്കെ അതെ അതെ. താമസിക്കുന്നില്ല. അത് മൂവബിൾ വാളുള്ള, അതായത് രാജീവൻ എന്നുള്ള ഫേമസ് ആയ പ്രൊഡക്ഷൻ ഡിസൈനർ ഉണ്ട്. രാജീവൻ ഇപ്പൊ എല്ലാ തമിഴ് പടങ്ങളും അമരൻ പോലെയുള്ള പടങ്ങളും ഗോട്ടൊക്കെ വിജയന്റെ പടമൊക്കെ ചെയ്യുന്ന പുള്ളി ചെയ്തിട്ടുള്ള സെറ്റാണത്. ഓക്കെ. അജി എന്നുള്ള നാട്ടിലെ ഒരു ആർട്ട് ഡയറക്ടർ കൂടിയിട്ട്. അപ്പോൾ പറയുമ്പോൾ ഒരു ഫീൽ ഗുഡ് പടത്തിന് അതിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ അത് ഈ പടത്തിന്റെ എസ്തെറ്റിക് ക്വാളിറ്റി നമ്മൾ അലേർട്ട് ചെയ്യുന്ന എല്ലാവരും. വിഷ്വലി, സൗണ്ട് വൈസ് എല്ലാം ടെക്നിക്കൽ അപ്ഡേഷൻ നമുക്ക് ഭയങ്കര മസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും സർവമായി കാണുമ്പോൾ നല്ല സുഖം, നല്ല ആ ഫീൽ ഗുഡ് ഫാക്ടറിന്റെ ഒരു എലമെന്റ് ഇതിന്റെ ടെക്നിക്കൽ പെർഫെക്ഷൻ ആണ്. അപ്പൊ അതിന്റെ പുറകിൽ ഇതിന്റെ ശരൺ വരെ എന്നുള്ള DOP ഉണ്ട്, അനിൽ ദാസ് എന്നുള്ള സൗണ്ട് ഡിസൈനർ ഉണ്ട്, ജസ്റ്റിൻ ബർമ എന്നുള്ള നമ്മുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. അപ്പൊ ഈ 3 പേരുടെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇതിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഉറപ്പാണ് സാധാരണ ഫീൽ ഗുഡ് പടത്തിന്റെ ക്വാളിറ്റി അല്ല സർവമായിക്ക്. അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഇപ്പൊ എന്റെ കൂടെയുള്ള ഫുൾ ടീം അതിന് ആഞ്ഞു പിടിച്ച്. ഇപ്പൊ ബിജു തോമസ് ഉള്ള ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്. പുള്ളിയാണ് നമുക്ക് നമ്മുടെ പേടി സ്വപ്നം. പുള്ളി നമ്മളെ ഉറപ്പിക്കും. ഞാൻ കുട്ടിക്കാലം മുതൽ കാണുന്ന ആളാണ്. അച്ഛന്റെ പ്രൊഡക്ഷൻ നോക്കുന്ന ബിജുവേട്ടനാണ്. ബിജുവേട്ടനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാണ്, അപ്പോൾ ഞാൻ നിവിന്റെ ഒരു 4 ദിവസം ഉണ്ട് ചെയ്യാം, ആ ചെയ്യാന്നുള്ള വാക്കിൽ നമ്മൾ റെഡി ആവണം. അപ്പൊ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ഒറ്റപ്പാലത്തൊരു കുളം വേണം എന്ന് പറയുമ്പോൾ അവിടെ കുളം ഉണ്ടാവും. പിന്നെ സീൻസ് എല്ലാം പുള്ളിക്ക് ബൈ ഹാർട്ടാണ്. അപ്പൊ അങ്ങനെ ഇത്രയും സ്ട്രോങ് ആയ ടീം. അപ്പൊ എന്റെ എഡി ടീം ആയാലും എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നെക്കാളും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കാനില്ല. പിന്നെ നമ്മൾ പിന്നെ നിവിൻ വാ ചില്ല് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ നിവിനോട് ജസ്റ്റ് വാക്ക് ഇൻ ആൻഡ് ഡൂ എന്നാണ്. നമുക്ക് അതെ അതെ അതെ. നിവിൻ ശരിക്കും നമ്മളെ പോലെ ഒരു എന്നെ പോലെ ഒരു മിഡിൽ ക്ലാസ്സിൽ ആ വൈബിൾ ആളാണ്. എനിക്ക് ബാക്കിയുള്ള താരങ്ങൾക്ക് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയുണ്ട് ഞാൻ വർക്ക് ചെയ്ത ആൾക്കാർക്ക് അവരെ കുറ്റമല്ല, അവർ ആ പ്രീമിയസിൽ പറഞ്ഞുകൊണ്ടായിരിക്കാം. എനിക്ക് പക്ഷേ ഞാൻ വളർന്നിട്ടുള്ള അതേ അതിൽ ജീവിച്ചിട്ടുള്ള ആളാണ് നിവിൻ. അപ്പോൾ എനിക്ക് നിവിനെ ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. നിവിൻ വരുമ്പോൾ ഞാൻ പ്രിപ്പയർഡ് ആവില്ല. വേറെ ആര് വന്നാലും ഞാൻ അകത്ത് ഒന്ന് അലേർട്ടാവും, അവരൊന്ന് സ്വീകരിക്കാൻ. ഞാൻ അവരെ ഇമ്പ്രസ് ചെയ്യാനൊക്കെ നോക്കും വെറുതെ. അപ്പോൾ പക്ഷേ നിവിനോട് എനിക്കൊന്നും, കാരണം നമ്മുടെ കൂടെ പഠിച്ച ഒരു പയ്യനെ പോലെയോ എൻ്റെ അതേ പ്രായമാണ് ഓൾമോസ്റ്റ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നിവിനാണെങ്കിൽ ആ കംഫർട്ട് അറിഞ്ഞിട്ട് നിവിൻ അതിലും കൂടുതൽ ക്ലോസ് ആവാൻ എനിക്ക് പേടിയാണ് നിവിൻ ഇത്ര ക്ലോസ് ആവും. പക്ഷെ ഞാൻ എപ്പോഴും എനിക്ക് എപ്പോഴും ആൾക്കാർ ക്ലോസ് ആകുമ്പോൾ ഭയങ്കര ഒരു ലിമിറ്റ് എനിക്ക് ആവശ്യമുണ്ട് എപ്പോഴും, ഏത് ഫ്രണ്ട്ഷിപ്പിലായപ്പോഴും. അത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിവിൻ്റെ അടുത്ത് ഞാൻ പല പല ലിബർട്ടി കൊടുത്തിട്ടുണ്ട്. നിവിൻ ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു പേടിയിൽ, ആ ഒരു ക്ലോസ്നെസ്സിന് പേടിയുള്ള ആളല്ല. അപ്പോൾ അകത്തൊരു നന്മയുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് നിവിൻ. അതുകൊണ്ട് ആസ് എ ഫ്രണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിവിൻ്റെ ഒരു കംബാക്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിന് ഇതൊരു നിമിത്തമായതാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു അല്ലെങ്കിലും ഇപ്പോൾ ഗിരീഷയുടെ പടം വരുന്നുണ്ട്, മേ ബി അതായിരിക്കാം കംബാക്ക്. അപ്പോൾ ഈ പടം ഗ്യാപ്പിൽ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമുക്കൊരു നിമിത്തമാകാൻ പറ്റിയെന്നുള്ളത് അതൊരു ഫെസ്റ്റിവലിന് വന്ന് തകർക്കും. ഇപ്പൊ നിവിൻ പോളിയുടെ ഒരു പടം വന്നാൽ അത് വിജയിക്കണം എന്ന് ആഗ്രഹിക്കാത്ത മലയാളികളില്ല. കാരണം നിവിൻ ഫാൻസിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അല്ലെ. നിവിൻ എന്തൊക്കെ സിനിമ ഇപ്പൊ ഫ്ലോപ്പ് ആയാലും ഒന്നും നമ്മൾക്ക് നിവിനോട് ഇഷ്ടം പോകുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കും നിവിൻ തിരിച്ചു വരണേ. അങ്ങനെ ഒരു വിജയം കൂടിയാണ് നിവിൻ പോളിയുടെ ഒരു കമ്പാക്ക്. നിവിൻ എന്താ ഇപ്പൊ പറയുന്നത്? നിവിൻ പറഞ്ഞത് സന്തോഷിച്ച് ക്ഷീണിച്ചു പോയെന്നാ. ടയർഡായി പോയി, സന്തോഷിച്ചിട്ട് ടയർഡായി പോയി. അപ്പോൾ നിവിൻ ഫാമിലി ആയിട്ട് ദുബായിലാണ്. അപ്പോൾ ശരിക്കും ഞങ്ങൾ പ്രൊമോഷൻ ദുബായിൽ ചെയ്തത് അതുകൊണ്ടാണ്. നിവിൻ ബാക്ക് ടു ബാക്ക് ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ മക്കളും വൈഫായിട്ട് പുള്ളി ഒരു ട്രിപ്പ് പോയപ്പോൾ ആ ട്രിപ്പിനോട് ചേർന്നിട്ടാണ് നമ്മൾ ദുബായിൽ, അതുകൊണ്ടാണ് അവിടെ ചെയ്തത്. ശരിക്കും നമുക്ക് ട്രെയിലർ അല്ലെങ്കിൽ ഒന്നുമില്ലല്ലോ, പ്രൊമോഷൻ ഇല്ല പടത്തിന്. അത്രേ ഉള്ളൂ, 2 ചെറിയ ഇന്റർവ്യൂവും അതുപോലെ ഒരു ട്രെയിലർ ഇല്ല. അപ്പോൾ അത് പക്ഷേ നമ്മൾ മനസ്സിലായി പടത്തിന് ഇതൊന്നും വേണ്ട. സക്സസ് ഡസന്റ് മാറ്റർ. ഇത് വേറെയാണ്, ഇതെന്തോ വേറെ ഐറ്റമാണ്. ഒരു നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് ആൾക്കാർ കാണുന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രൂഫാണ്. കേരളത്തിലെ ആംബിയൻസ് അറിഞ്ഞിട്ടില്ല. നിവിൻ വരുന്നുണ്ട്, സ്നേഹം മനസ്സിലാക്കുന്നുണ്ടല്ലോ, അറിയുന്നുണ്ട്. നിവിൻ നല്ല ഹാപ്പിയാണ്. നിവിൻ ഇമോഷണൽ ആണ്. നിവിൻ ടെൻഷൻ ഉണ്ട്. ഈ പടം റിലീസ് ആവുന്ന ഒരു ടെൻഷൻ. കാരണം അയാളുടെ കഴിഞ്ഞ ഒരു 6 വർഷം അത്ര ഈസി ആയിരുന്നില്ല പല പല കാരണങ്ങളാൽ. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു, എനിക്കത് കാണാൻ പറ്റിയെന്നുള്ള സന്തോഷമുണ്ട്. ഞാൻ തൊട്ടടുത്തുണ്ടാവാൻ പറ്റി. നിവിനത് ഞങ്ങള് ഒരു പ്രസ് മീറ്റിലായിരുന്നു ഈ പടം ഇറങ്ങിയിട്ട്. ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ ഞങ്ങൾ പ്രസ് മീറ്റിലാണ്. അപ്പോൾ പക്ഷെ അപ്പോഴും എനിക്ക് അകത്തൊരു കാംനെസ് ഉണ്ട്. ഞാൻ ട്രസ്റ്റ് ചെയ്തതിന്റെ അകത്തെ ശാന്തതയാണ്. ആ ശാന്തത മീൻസ് നമുക്ക് അകത്തൊരു ക്ലാരിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തമാശക്ക് പറയുന്നത് 100 കോടി അടിക്കുന്നൊക്കെ പറയുമെങ്കിലും അപ്പോൾ എനിക്കറിയില്ല കേട്ടോ 100 കോടി. പക്ഷെ എന്നാലും ആ പറയുന്നത് ഇഷ്ടമാണ്, സിനിമയോടുള്ള ഇഷ്ടമാണ്, ഈ സിനിമ റീച്ച് ചെയ്യുന്നുള്ളൊരു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഇത്രയും സാധാരണ ഞാൻ മാത്രമേ തള്ളാറുള്ളൂ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഇതെല്ലാവരും ചേർന്ന് തള്ളിയ സിനിമയാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ പോലെ ഈ പടം നന്നാവുമല്ലോ എന്ന് എല്ലാവരും തള്ളിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ തള്ളൽ റിയാലിറ്റി മാറി എന്നുള്ളത് ഭയങ്കര സന്തോഷമുണ്ട്. വീട്ടിലെ ബാക്കി 2 ഡയറക്ടേഴ്സിന് അസൂയുണ്ടോ? ഇല്ല, ഒരു സന്തോഷമുള്ളൂ. കാരണം അതെ, കാരണം അവർക്കാണ് കൂടുതൽ കോൾ വന്നിട്ടില്ല. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ ഞാൻ അനാവശ്യ പിശുകാരനെ പ്രീപെയ്ഡ് ആയതുകൊണ്ട് അങ്ങനെ കോളും എടുക്കാൻ പറ്റിയിട്ടില്ല ദുബായിൽ. പക്ഷേ
അച്ഛനും അനൂപിനാണ് ഏറ്റവും കൂടുതൽ കൊള്ളുന്നത്. അപ്പൊ Call അതുകൊണ്ട് അവര് പ്രൗഡാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇപ്പൊ പൂജ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, നമുക്ക് ഈ പറഞ്ഞ പോയിന്റ് ആണ്. ഇന്നത്തെ കാലത്ത് ഇത് കാണുമ്പോൾ എങ്ങനെ ആൾക്കാർ കണക്ട് ആകുന്നാണ് നമ്മൾ ആലോചിക്കുക. പക്ഷെ അജു വന്ന് തുടങ്ങി നമ്മൾ ഇന്നായി കഴിഞ്ഞു. ഈ അതിലേക്കുള്ളൊരു ഇപ്പം പറഞ്ഞിരുന്നല്ലോ രണ്ടുപേരെ പൂജയൊക്കെ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ, ആ ഒരു തയ്യാറെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു? അത് എഴുത്തിലേ ഉണ്ടായിരുന്നു? അല്ല, എഴുത്തിൽ നമ്മൾ ഒരു നമ്പൂതിരി പടം കണ്ട കാലം മറന്നുപോയി നമ്മൾ. എനിക്ക് പരിണയം ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ ഈ അടുത്തൊരു നമ്പൂതിരി പ്രീമിയസ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ കണ്ട പ്രീമിയസിലെല്ലാം വരിക ഇരിക്കുക പോവുക എന്നുള്ളതാണ്. ദാരിദ്ര്യം ഇല്ലമാണ്. അപ്പൊ എനിക്ക് ഓർമ്മയുള്ള കുറച്ച് ഇല്ലങ്ങളൊക്കെ നല്ല വെൽ ഓഫ് ഇല്ലങ്ങളുണ്ട്. മേഴ്സിഡസ് ബെൻസ് പാർക്ക് ചെയ്തിട്ടുള്ള ഇല്ലങ്ങളുണ്ട്. അത് സിനിമയിൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിച്ചത് നല്ല വെൽ ഓഫ് ആയിട്ടുള്ള ഒരു ഇല്ലം പ്രിമൈസ് പിടിക്കാം. പിന്നെ എനിക്ക് ഗ്രാമത്തിൽ സിനിമ എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പാച്ച് ഫുൾ ഗോവയും ബോംബെ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വളർന്നതെല്ലാം ഗ്രാമത്തിലാണ്. അപ്പോൾ ഗ്രാമം കാണിക്കാൻ പറ്റുന്ന, പച്ചപ്പ് കാണിക്കാൻ പറ്റുന്ന, അച്ഛൻ പോലും ഗ്രാമം കാണിച്ചിട്ട് 15 വർഷമായി. സ്നേഹവരാണ് ലാസ്റ്റ് ഗ്രാമ സിനിമ. അത് കഴിഞ്ഞിട്ട് ഗ്രാമം കാണിച്ചിട്ടില്ല. ഇല്ല, ഞാൻ പ്രകാശിൽ ഒരു കുഞ്ഞ് എപ്പിസോഡ് കാണിച്ചതല്ലാതെ ബാക്കിയെല്ലാം സിറ്റി പടങ്ങൾ അച്ഛൻ പോലും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാമം കാണിക്കാനുള്ള കൊതിയും കൂടിയാണ് ഇതിന്റെ പ്രീമിയസ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ തോട്ട് ശരിക്കും ഇൻസ്പയർ ചെയ്തത് വേറെയാണ്. ഞാനൊരു പാച്ചു ഇങ്ങനെ ഷൂട്ടിംഗ് നടക്കാതെ ഇങ്ങനെ വരുമ്പോൾ ആ സമയത്ത് അമ്മ അമ്പലത്തിൽ പോകാൻ പറഞ്ഞു. ഞാൻ അമ്പലത്തിൽ അങ്ങനെ പോകാത്ത ആളാണ്. വിശ്വാസം പണ്ടൊക്കെ പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ ഒക്കേഷണൽ പ്രാർത്ഥന. ഞാൻ താങ്ക് യു മാത്രമേ പറയുള്ളൂ. ഇഫ് സംതിങ് ഗുഡ് ഹാപ്പൻസ് താങ്ക് യു, അത്രയേ ഉള്ളൂ. ഇന്ന് നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അത്രയും മണ്ഡലം ദൈവം. അപ്പോൾ പക്ഷെ അന്ന് ഞാൻ ശരി പോയേക്കാം. എനിക്ക് അമ്പലത്തിലെ ഫീൽ ഇഷ്ടമാണ് അമ്പലത്തിൽ പോകാൻ. അപ്പോൾ പോയപ്പോൾ പൂജ ചെയ്ത് ഒരു താടി വെച്ച ഒരാൾ ഇറങ്ങി വരുമ്പോൾ ഞാൻ എടാ നീയാന്നുള്ളതാണ്. കാരണം ഇവൻ നമ്മൾ കോളേജിൽ ഇവൻ SFI ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ അപ്പോൾ തീപ്പുരി ആയിട്ടുള്ള നേതാവായിട്ടുള്ള ഒരുത്തൻ പൂജ ഇലച്ചി ഇന്ത്യയിൽ പ്രസംഗം തരാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇതല്ലേ. അപ്പൊ അത് പക്ഷെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. ഞാൻ പാലിച്ചത് ഒരു ഏത്തിസ്റ്റ് ആയിട്ടുള്ള ഒരാള് നിവൃത്തിയില്ലാതെ പൂജരെ എന്ത് ഉണ്ടാവും. നമ്പൂതിരി ആയിട്ടുള്ള ഒരാൾ ഏത്തിസ്റ്റ് ആയിരുന്നു. അയാൾ പൂജരയാണെങ്കിൽ അയാളുടെ കൂടെ ഒരു പ്രേതം വന്നല്ലെങ്കിൽ ഉണ്ടാവും. അത് ഭയങ്കര കോൺട്രാസ്റ്റ് ആണ്. ആ പ്രേതം ഒരു അച്ചായത്തി ജൻസി ആണെങ്കിലും. അപ്പോ വീണ്ടും അത് മുറുകി. ഇപ്പൊ നമുക്കൊരു പ്രീമൈസ് ആയി. ഇതിനെ നമുക്ക് ഇനി സെറ്റ് ചെയ്യേണ്ട ഏരിയ ആണ്. ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ ഒരു ഇല്ലം കിട്ടി, ഒരു ഗ്രാമം കിട്ടി. പിന്നെ അവിടെ നിന്ന് നമുക്ക് കളിക്കാം. പിന്നെ ഒരു എൻഡ് വേണ്ടത്. എൻഡ് ശരിക്കും എനിക്കൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. ലൈഫിലെ വൺ ഓഫ് ദ മോസ്റ്റ് പെയിൻഫുൾ ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ് അവളുടെ ഡെത്ത്. അത് റിയൽ ലൈഫാണ്. അപ്പൊ അത് റീക്രിയേറ്റ് ചെയ്താണ് ശരിക്കും. അതിൽ കുറച്ചൊരു ലിബർട്ടി എടുത്ത് റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് ക്ലിയർ ആണ്. സാധനം നമുക്ക് ഡൗട്ടുള്ള ക്ലൈമാക്സ് ആണല്ലോ. ക്ലൈമാക്സ് എനിക്ക് ഡൗട്ടില്ല. ആദ്യം മുതൽ ഞാൻ നറേറ്റ് ചെയ്യുമ്പോഴും ക്ലൈമാക്സിൽ എത്തുമ്പോൾ നമ്മൾ ഹൈ ആണ്. കാരണം അതെനിക്ക് ഇമോഷണലി ഹൈ തരുന്ന ഐറ്റമാണ്. അപ്പോൾ എപ്പോഴും ഒരു ഡെത്ത് ഹാൻഡിൽ ചെയ്ത രീതി എനിക്ക് ഭയങ്കര, കാരണം ലൈഫിലത്തെ ഏറ്റവും റിയാലിറ്റി ആണല്ലോ ഡെത്ത്. അപ്പോൾ ഞാൻ നൽകുന്നുണ്ട്. ഇപ്പോൾ ഇന്നസെന്റങ്ങൾ പോയപ്പോഴാണ് പാച്ചു സംഭവിക്കുന്നത്. ഇത് ശ്രീനങ്ങൾ പോയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ക്ലോസ് ആയിട്ട് കാണുന്ന. അപ്പോൾ എനിക്ക് ഡെത്തിനെ അങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ള സാധനം എപ്പോഴും സിനിമയിൽ ഉപയോഗിക്കുന്ന ഇഷ്ടമാണ്, വായിക്കാനും കേൾക്കാനും. അപ്പോൾ അതിലൊരു സിനിമാറ്റിക് ഹൈ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്കൊരു സ്പെഷ്യലായിട്ടും ഈ പടം ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ഏരിയ അതൊക്കെയാണ്. അപ്പൊ ഇപ്പൊ നമുക്കൊരു പ്രീമൈസ് ആയി. അതിനകത്ത് നിവിൻ പോളി വരുന്നു എന്നുള്ള സാധനത്തിൽ വീണ്ടും ബ്യൂട്ടി കൂടി. പിന്നെ നിവിനാണ് അജുവിനെ ആദ്യം വേറെ ആക്ടർ ആയിരുന്നു കാസ്റ്റ്. ആദ്യം ഒരു വേറൊരു ആക്ടർ ആയിരുന്നു. അപ്പോൾ നിവിനാണ് പറഞ്ഞത് അജു മതി. അപ്പൊ നിവിനും അജുവിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കാത്തിരിക്കുകയാണ് കൂടെ ചെയ്യാൻ. അപ്പോൾ നിവിനാണ് അജുവിനെ കൊണ്ടുവരുന്നത്. അങ്ങനെ അജു ഞാനായിട്ട് കൂട്ടായി സംസാരിച്ചിട്ട്. പക്ഷെ അജു വന്ന പിന്നെ കാണുന്നത് നമ്മൾ അതുവരെ, അപ്പൊ എന്റെ മനസ്സിനകത്തുള്ളത് നമ്മൾ സ്ഥിരം കണ്ടുള്ള ഫോമാറ്റ് റിപ്പീറ്റ് ആവുന്നുള്ളൂ. പക്ഷെ അത് ഒരു ബ്രേക്ക് ചെയ്തു. അത് അജു നമ്പൂതിരി വേഷമായിട്ട് വന്നപ്പോൾ തന്നെ അത് ബ്രേക്ക് ആയി. പിന്നെ ആസ് എൻ ആക്ടർ അജു നമ്മളെ അമ്പരിപ്പിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ, ഞാൻ ആക്ച്വലി ഞെട്ടിപ്പോയി. കാരണം അജു ഇത്രയും വർഷങ്ങൾ 15 വർഷം അഭിനയിച്ചതിന്റെ ക്രാഫ്റ്റ് കാണാണ് അജുവില്. അത് എനിക്ക് തോന്നുന്നു ഒരു പുതിയ അജുവാണ് ശരിക്കും അതിലുള്ളത്. നിവിനാണെങ്കിൽ പോലും ഒരു പുതിയ നിവിനാണ്. ഞാൻ പഴയ നിവിൻ പോളി കമ്പാക്ട് പോലും എനിക്ക് ഇഷ്ടമല്ല. കാരണം പുതിയ നിവിനാണ് നമ്മൾ നിവിനായിട്ട് ഇവോൾവ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള സാധനമാണത്. അപ്പോൾ അത് ഈ രണ്ടുപേരും പുതിയ കോമ്പിനേഷൻ കിട്ടിയപ്പോൾ നമുക്ക് അതായി. പിന്നെ വേണ്ടത് പ്രേതമാണ്. പ്രേതം നമ്മൾ പലരെയും നോക്കി നമുക്ക് ഇപ്പോൾ എഴുതുമ്പോൾ ഒരു രൂപം മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ദിൽസേലത്തെ പ്രീതിസിന്റെ തന്നെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഫേസ് ആയാൽ കൊള്ളാം. പിന്നെ പക്ഷെ എഴുതുമ്പോൾ കുറച്ചുകൂടി കുട്ടിത്തെ വേണ്ടി വന്നിരുന്നു. അപ്പൊ കുറച്ചുകൂടി പ്രായം കുറവുള്ള ആള്. അപ്പൊ നിവിനായിട്ട് നമുക്ക് പ്രേമം തോന്നാൻ പാടില്ല. അത് രണ്ടുപേരും പ്രേമിക്കാൻ തോന്നുന്നതിൽ കുറച്ചൊരു പ്രായ വ്യത്യാസം വേണം. അപ്പൊ നമുക്ക് വീണ്ടും ക്യൂരിയസ് ആവും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എക്സാക്ട് പെയർ ആയിട്ടുള്ള ഒരാൾ പ്രായമായിട്ട് വരുന്നില്ല. നിവിന്റെ തന്നെ പ്രായത്തിൽ ഒരു പ്രായം വരുന്നില്ല. അപ്പൊ തന്നെ അതിന്റെ രസം കൂടും. അതൊരു ജെൻസി കുട്ടിയാണെങ്കിൽ പിന്നെയും കൂടും. അപ്പൊ അങ്ങനെയാണ് ആ പേര് വരുന്നത്. ഡെലേലു എന്നുള്ള പേര് അങ്ങനെയാണ്. ഡെലേലു എന്നുള്ള പേര് കുറച്ച് വൈകിട്ടാണ് വന്നത്. അത് ഞാൻ പെൺകുട്ടി എഴുതി വന്നു. പക്ഷെ പിന്നെ അത് പേര് മാറ്റി ഡെലു എന്നാക്കുന്നത്. അപ്പോൾ
അങ്ങനെ അപ്പോഴാണ് ഒരു റാൻഡം ആയിട്ടുള്ളൊരു ആദ്യം പ്രീതിയായിരുന്നു ഡെലിലു, പ്രീതി മുകുന്ദൻ. പ്രീതി മുകുന്ദൻ. പക്ഷെ അത് ടിപ്പിക്കൽ ഒരു റോം കോം ഫോമാറ്റിലേക്ക് പോകുമായിരുന്നു, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു റോം കോം ഫോമാറ്റിൽ. അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു കുട്ടിത്തം വേണമെന്ന് നോക്കുമ്പോഴാണ് റാൻഡം ആയിട്ട് ഞാനൊരു റീൽ കാണുന്നത്. അത് ഇപ്പൊ റിയ കാണുന്ന റീൽ പോലും അല്ല, റിയയുടെ മറ്റേ സ്മാർട്ട് റീൽ പോലും അല്ല, റിയ സീരിയസ് ആയിട്ട് ചിരിക്കാത്തൊരു ഇന്റർവ്യൂ, മുറ എന്നുള്ള പടത്തിന്റെ ഒരു അപ്പൊ അതിൽ സീരിയസ് ഫേസ്, മുഖം അങ്ങനെ വീർപ്പിച്ചിരിക്കുന്ന റിയ. പക്ഷെ അതിനകത്ത് അവളുടെ ഫേസും ഒരു ലയൺ കിങ്ങിലെ സിംബലത്തെ പോലെ ഹെയർ ഉണ്ട്. അപ്പൊ അത് റിയ പറയും, ഞാൻ പറയും ലിയ ലയൺ കിങ് പറയും, അപ്പൊ അകൽച്ചടങ്ങ് മറ്റേ കുരങ്ങനാന്ന് പറയാം, അങ്ങനെ പൊങ്ങിയത്. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ റിയനെ, അപ്പൊ പിന്നെ റിയയുടെ ഫാദറിനെ എനിക്കറിയാം, ഷിബു ചേട്ടൻ അറിയാം. അപ്പൊ ഞാൻ വിളിച്ചു, അപ്പൊ പുള്ളി പറഞ്ഞു എന്റെ വീട്ടിലെ ഏറ്റവും സ്മാർട്ട് കുട്ടിയാണ് അവള്, അപ്പൊ സ്വന്തം അച്ഛൻ തന്നെ തള്ളാണ്. അപ്പൊ പക്ഷെ അത് പുള്ളി ഹാപ്പി ആയിട്ടാണ് തള്ളുന്നത്. അപ്പൊ ഞാൻ റിയനെ വിളിച്ചു, അപ്പൊ ഇവള് പറയുന്നത് ചെയ്യാൻ ചേട്ടാ, ഓക്കെ ചേട്ടാ, വേറെ ഡൗട്ട് ഇല്ല അതിനകത്ത്. അപ്പോൾ ഞാൻ മലയാളം സ്ക്രിപ്റ്റ് PDF ഞാൻ മംഗ്ലീഷിലേക്ക് മലയാളം വായിക്കാൻ അറിയാം. അതാണ് 21 വയസ്സുള്ള കുട്ടി, 20 വയസ്സ് മറ്റാണ്, പുറത്ത് ജനിച്ചു വളർന്ന കുട്ടി മലയാളം വായിക്കുന്നുള്ള സാധനം തന്നെ ഭയങ്കര റിയയുടെ അമ്മ പഠിപ്പിച്ചതാണ്. അപ്പോൾ അതിലാണ് ഞാൻ ഫ്ലാറ്റ് ആയി. കാരണം മലയാളം വായിക്കാൻ അറിയുന്ന ഒരു നായികമാർക്ക് പോലും വായിക്കാൻ അറിയില്ല ഇപ്പൊ ഈ സമയത്ത്. അതെനിക്ക് ഭയങ്കര ഒരു പിന്നെ റിയ വന്ന പിന്നെ റിയക്ക് വേണ്ടി റീഡിസൈൻ ചെയ്യണം. അത് പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട, അതായത് നിവിനും റിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ സേഫായി, നമ്മൾ അതിന്റെ അഡ്ജസ്റ്റ് മാത്രം നോക്കിയാൽ മതി. സേഫ് ആണോ അത് പതിപ്പിച്ചാൽ മാത്രം മതി. കാരണം 2 ടാലന്റുള്ള ആൾക്കാർ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കി നിന്നാൽ മാത്രം മതി. ഈ റിയയുടെ ഡയലോഗ്സ് ഒക്കെ ഇല്ലേ, റിയ വന്നതിന് ശേഷം ഡയലോഗ്സ് എല്ലാം ഓൾമോസ്റ്റ് നമ്മൾ റിയൽ സ്ക്രിപ്റ്റ് ആണ്. പക്ഷെ റിയ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. റിയയുടെ കുറച്ച് വേർഡ്സ് 10 on 10 എന്നൊക്കെ പറയുന്നൊക്കെ റിയേറ്ററാണ്. പിന്നെ കുറെ ടിപ്പിക്കൽ ജെൻസി വേർഡിലൊക്കെ റിയ ആഡ് ചെയ്തിട്ടുണ്ട്. റിയ ഫോണിൽ വിളിക്കുമ്പോഴേ ഇത്രയും എനർജിയാ. ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി സിനിമ നന്നായിരുന്നു, ആണോ ചേച്ചി, താങ്ക് യു ചേച്ചി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഫുൾ വൈബാണോ സെറ്റ്? റിയ ശരിക്കും വളരെ ക്വാളിറ്റി ഉള്ള കുട്ടിയാണ്, നമുക്ക് വളരെ ഇഷ്ടം. വീട്ടിലെ കുട്ടി പോലത്തെ കുട്ടിയാണ്. എനിക്ക് ശരിക്കും എനിക്ക് എന്റെ മോനെ പോലെ കാണാൻ പറ്റുന്ന ഒരു മിടുക്കി കുട്ടി. നമുക്ക് വീട്ടിലൊരു കസിൻസിന്റെ കുട്ടികളോ അല്ലെങ്കിൽ അപ്പോൾ അവള് അത്രയും ഒരു സ്പേസ് നമുക്ക് ഉണ്ടാക്കി തരും, നമുക്ക് സ്നേഹിക്കാനുള്ള സ്പേസ്. ആ സ്നേഹത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നിവിനാണെങ്കിൽ പോലും റിയന വലിയ കാര്യമാണ്. അപ്പോൾ പിന്നെ അവൾക്ക് വേണ്ടത് അതിഭീകരമായ സ്പോണ്ടേനിയസ് ബുദ്ധിയുള്ള കുട്ടിയാണ്. ഭയങ്കര ഷാർപ്പാണ് അവളുടെ ബ്രെയിൻ. അവളെ എഡിറ്റ് ചെയ്യുന്ന ആളാണ്, അവൾക്ക് വായിക്കുന്ന ആളാണ്, റീഡിങ് ഉള്ള ആളാണ്. സ്പിരിച്വാലിറ്റി ഉണ്ട് അവൾക്ക്. ഈ കാണുന്ന ജെൻസി കുട്ടിയാണെങ്കിൽ പോലും നല്ല വാല്യൂസ് ഉണ്ട്, സ്പിരിച്വലാണ്. കുറെ കാര്യങ്ങൾ നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരു ബുദ്ധിയുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു പ്രെറ്റി ഫേസ് മാത്രമല്ല, അപ്പോൾ ക്യൂട്ട്നെസ്സിന് ഉപരി അവൾക്ക് വേറെ ഒരു ഡെപ്ത് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാളിൽ കിട്ടുമ്പോൾ നമുക്ക് വേറെ കാര്യമായിട്ട് ജോലിയില്ല ശരിക്കും പറഞ്ഞാൽ. ഇടയ്ക്ക് വല്ലപ്പോഴും ചിലപ്പോൾ നമുക്കൊരു ഒരു പൊടി അങ്ങനെയല്ല പറയേണ്ടി വേണ്ടുന്നുള്ളത്. പിന്നെ ഇടയ്ക്ക് ചില സമയത്ത് ഇമോഷണൽ ഡയലോഗ് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ചില സാധനങ്ങൾ നമുക്ക് അത് തന്നെ പറയണം, അത് മാത്രം. ഇപ്പം ലാസ്റ്റ് അവളുടെ ഫൈനൽ ഡയലോഗ്സ് എല്ലാം എക്സാക്ട്ലി എനിക്ക് എഴുതി വെച്ച പോലെ തന്നെ വേണമെന്നുണ്ട്. അത് മാത്രം നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് റിയയുടെ കംഫർട്ടിലാണ് ചെയ്തിട്ടുള്ളത്. നിവിനാണെങ്കിൽ പോലും നിവിന് പിന്നെ നമ്മൾ സ്ട്രക്ചർ കൊടുത്താൽ മാത്രമേ നിവിൻ അത് ചെയ്തോളും. എന്നാലും നിവിൻ ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റ് എല്ലാം അസലായിട്ട് ഫോളോ ചെയ്യും. നമുക്കൊരു സിംഗിൾ ഷോട്ട് വലിയൊരു സീനുണ്ട് നിവിൻ അമ്മയെ പറ്റി പറഞ്ഞ സീൻ. അത് ഞാൻ ഞെട്ടിപ്പോയത് നമ്മൾ എഴുതിയ ഡയലോഗിൽ ഒരു വാക്ക് വ്യത്യാസമില്ല നിവിൻ പറയാണ്. അപ്പൊ ഞാനിവരെ മെമ്മറി ആലോചിക്കുകയാണ്. എനിക്ക് പറയാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു, ഞാൻ എഴുതുകയാണെങ്കിൽ എനിക്ക് തെറ്റിപ്പോകും. അപ്പൊ അത് മെമ്മറിന്ന് റീകോൾ ചെയ്യാൻ അയാൾക്ക് അത്രയും അതായിട്ട് കണക്ട് ചെയ്തിരിക്കണം. അപ്പോ അതൊരു വല്ലാത്ത സീനായിരുന്നു. സെയിം എക്സാക്ട് അനുഭവം എന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക്. ജസ്റ്റ് ചായ എടുത്ത് കുടിച്ച് ഇരുന്നു, ആള് മരിച്ചു. ചെല്ലുമ്പോ ആളില്ല. അത് ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ കോളേജിൽ പഠിച്ചുള്ള ഒരു ഫ്രണ്ടിന്റെ അമ്മ ഡെത്ത് ഇങ്ങനെയായിരുന്നു. അത് സഡൻ ഡെത്ത് ആയിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഞാൻ നോക്കുമ്പോൾ ലൈഫിൽ എനിക്ക് വലിയ കഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ലൈഫിൽ നിന്ന് എടുക്കുന്നത് മാത്രം വെച്ചാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. ഇതിലത്തെ ഒരു ഇപ്പൊ പറയാൻ പറ്റില്ല, ഇതിലത്തെ ഒരു ഏറ്റവും ഷോക്കിംഗ് മൊമെന്റ് ഉണ്ട് പടത്തില്. ഒരു തിയേറ്റർ ഞെട്ടെന്ന് പറയുന്ന മൊമെന്റ് അതെനിക്ക് ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ഞാനും അനൂപും പോകുന്ന സമയത്ത് എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പറയുമ്പോൾ ഭയങ്കര ട്രാജിക്. പക്ഷെ എനിക്ക് ട്രാജഡി ആയില്ല ഭാഗ്യത്തിന്, മറ്റമ്മക്ക് ട്രാജഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് ഞാൻ എപ്പോഴും ഞാൻ പേടിച്ച് ഓർക്കുന്ന ഒരു മൊമെന്റ് ആണ്. പക്ഷെ ഈ സമയത്ത് അത് കറക്റ്റ് ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഒരു അതൊരു ഭയങ്കര നമുക്ക് പണ്ട് കേട്ട കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് റൈറ്റിങ്ങിലെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മളൊരു നാച്ചുറൽ ഗിഫ്റ്റഡ് റൈറ്റർ അല്ല, പക്ഷെ നമ്മൾ ആ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി എല്ലാം എനർജി തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത വാക്കുകളപ്പോൾ വരും. അത് എഴുതായിരിക്കും മാത്രമേ വരുള്ളൂ. അജു നിവിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ എത്രയോ വർഷമായിട്ട് അവരുടെ കോംബോ കണ്ടിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട് ഇവർ രണ്ടുപേരും വരുമ്പോ, പക്ഷെ എന്ത് വേണ്ട എന്നുള്ളതിൽ ഭയങ്കര ക്ലാരിറ്റി ഇവരുടെ കോംബോയിലുണ്ട്. അത് ബോധപൂർവം ചെയ്താണോ?
അത് ഇടയ്ക്ക് അജു ചെയ്യുമ്പോൾ അജു ഒരു സിനിമാറ്റിക് ലിബർട്ടി എടുക്കും അതിൻ്റെ കുറച്ചുകൂടെ. അപ്പോൾ നമുക്ക് അജുന് തീരെ ഈഗോ ഇല്ല. അത് ഭയങ്കര അപ്രീഷിയേറ്റ് കാര്യമാണ്. ഒരു എന്ത് പറഞ്ഞാലും നമുക്ക് ഞാൻ അജു അത് വേണ്ട കുറച്ച് കുറയ്ക്കും, അതിന്റെ പകുതി എന്നൊക്കെ പറഞ്ഞാൽ അജു അത് പകുതിയാക്കും. അതിന് ഒരു ഈഗോ ഇല്ലാതെ സറണ്ടർ ചെയ്യുന്നൊരു ആക്ടറാണ് അജു. അത് ഞാൻ ഫാനായി പോയി അജുവിൻ്റെ സിനിമ. ഒരു ഭാഗ്യമാണ് അജുനെ പോലത്തെ ഒരു ആക്ടർ കിട്ടാന്നുള്ളത്. നമുക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഒരാൾ സ്ക്രീനിൽ വേണ്ടി നിൽക്കുന്നു എന്നുള്ള സാധനം. അത് ഇതിൽ ഒരു കുളത്തിലൊക്കെ ഉള്ള അജു ഒരു ഫുൾ നൈറ്റ് കുളത്തിൽ മുൻകെടുക്കാണ്. അപ്പോൾ മഞ്ഞുണ്ട്, അടുത്ത ദിവസം അജുന് പനിയാണ്, പക്ഷെ എന്നിട്ട് അജു വരുന്നു. അപ്പോൾ അത്രയും സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ നിവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഒരു ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ. അന്ന് പക്ഷെ നമുക്ക് നൈറ്റ് ഷൂട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഷൂട്ട് ഉണ്ടായിരുന്നു. കാരണം മഴ പെയ്തുകൊണ്ട് നമുക്ക് ഒരു ദിവസം റീഷൂട്ട് ചെയ്യാൻ വലിയ ചിലവായിട്ട് പോയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും റീഷൂട്ട് ചെയ്യാണ്. അന്ന് പക്ഷെ നിവിൻ്റെ ബർത്ത്ഡേ ആണ്. അന്ന് ഫുൾ രാത്രി നിവിൻ നമ്മുടെ കൂടെ, നേരം വെളുത്തിട്ട് നിവിൻ പോയത്. ബർത്ത്ഡേ പുള്ളി നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇവരൊക്കെ അത് ചെയ്യുന്നത് സിനിമ പടത്തിനുള്ള അറ്റാച്ച്മെന്റ് ആണ്. അപ്പോൾ അതിനൊക്കെ ആയിരിക്കാം ഈ പറഞ്ഞ ക്ലബ്സ് വരുന്നത്, കോഴിക്കോട് ക്ലബ്ബ് വരുന്നത്. അതെ അതെ. ഈ അച്ഛനോടെ ഇപ്പൊ സാധാരണ ഞാൻ എവിടേക്കോ ആരൊക്കെയോ പറഞ്ഞു കേട്ടു, റിയലിസ്റ്റിക് സിനിമ മാത്രം എടുത്ത അച്ഛന്റെ മകന്റെ സിനിമയിൽ ഒരു മായയാണല്ലോ. അപ്പം ഇങ്ങനെ ഒരു കഥ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇപ്പോഴാണോ അറിയുന്നത്? അല്ലല്ല, ഇത് 2021 തോട്ടാണ്. അപ്പോൾ ഞാൻ ഫഹദിനോട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഫഹദിനോട് പറഞ്ഞിട്ട് കാഷ്വലി. ഞാൻ ആക്ച്വലി ഇത് എനിക്ക് ബഷീറിന്റെ ഭയങ്കര ഇഷ്ടമാണ്, ബഷീറിന്റെ വായിക്കാൻ. ഞാൻ പണ്ട് നമ്മൾ അച്ഛൻ എനിക്കും അനുവിന് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് എന്നുള്ളത് വായനയാണ്. അത് പക്ഷെ ഇപ്പൊ വായിക്കാറ് ഇല്ലെങ്കിലും 10ാം ക്ലാസ് വരെ നമ്മൾ അത്യാവശ്യം നന്നായി വായിച്ചിരുന്നു. അന്ന് തന്നെ 10ാം ക്ലാസ് ആകുമ്പോഴേക്കും നമ്മൾ ബഷീറിന്റെയും MTയുടെയും ഒരു ഇതെല്ലാം കവർ ചെയ്തിരുന്നു. എനിക്കുണ്ട് ഊഞ്ഞാൽ എന്നുള്ള ഏറ്റവും വലിയ നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട് +1 പഠിക്കുന്ന സമയത്ത്. അത് ഏറ്റവും വലിയ നോവലാണ്. അപ്പൊ അന്ന് മടിയില്ലാതെ, അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, സമയം ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് എപ്പോഴും നമ്മൾ രക്ഷിക്കുന്നത്. എന്നോട് പ്രിയനങ്ങൾ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, പ്രിയനങ്ങൾ പുള്ളിനെ എപ്പോഴും സർവേ ചെയ്യുന്നത് പുള്ളി അന്ന് വായിച്ച വായനയാണെന്ന്. അപ്പോൾ ലിറ്ററേച്ചറാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ റൈറ്റിംഗിൽ അത് ലിറ്ററേച്ചറിന്റെ ബാക്കിംഗ് മാത്രമാണ്, വായനയിലൂടെ അല്ലാതെ നമുക്ക് കിട്ടില്ല, എഴുതാൻ പറ്റില്ല. ഞാനും അനൂപ് അങ്ങനെ എഴുത്താറല്ല, പക്ഷെ നമ്മൾ ഇഷ്ടം കൊണ്ട് എഴുതി പോകുന്നതാണ്, നിവൃത്തിയില്ലാതെ. അനുവായിട്ടും ഈ കഥ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അനുവായിട്ടും ഞാൻ ആദ്യം പറഞ്ഞത്, ഷാനോട് പറഞ്ഞത് ആദ്യം ചുമ്മാ ത്രെഡ് പോലെ. പിന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ഫോമായി അപ്പോഴേക്കും പാച്ചു കഴിഞ്ഞ് ഒരു, അപ്പോൾ ആ സമയത്ത് അല്ല, ഞാൻ നിവിനോട് ആക്ച്വലി കോവിഡ് സമയത്ത് എൻ്റെ ത്രെഡ് പറഞ്ഞിട്ടുണ്ട്, ഫോൺ വിളിച്ചിട്ട്. എന്നാൽ പാച്ചു നിന്നിരിക്കുകയാണ്, ഷൂട്ട് നിന്നിരിക്കുകയാണ്. പിന്നെ ഇവനെ ഫോണിൽ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് വിട്ടു. പിന്നെ പാച്ചു എല്ലാം കഴിഞ്ഞ് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് റാൻഡോയുടെ അൽത്താഫ് എന്നെ വിളിക്കുകയാണ്. അൽത്താഫിനെ ഇവനെ മീറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇവൻ എന്തോ റാൻഡോയിട്ട് പറഞ്ഞു, അഖിൽ എന്നോട് പണ്ടെന്ന് പറഞ്ഞു ഒരു പ്രയത്തിന്റെ രസമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ആ കോളിൽ ഞാൻ ഇവനെ വിളിക്കുന്നത്. അപ്പോൾ ഇവനത് ഓർക്കുന്നില്ലോ എന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങുന്നത്. പിന്നെ ആ സമയത്ത് ഞാൻ ഷെർലക് ഹോംസിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു ഫീമെയിൽ ഷെർലക് ഹോംസിന്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഒരു അമ്മായിയമ്മയും മരുമകളും. അപ്പോൾ ഞാനത് ആ സ്റ്റെപ്പ് ഞാൻ എടുത്തു. അതിന്റെ ഞാൻ മമിതയെ പോയി കണ്ടു, ഉർവശിയെ വിളിച്ചു. അപ്പോൾ അതെനിക്ക് പേഴ്സണലി ഇപ്പോഴും ചെയ്യാനുള്ള ആഗ്രഹമുള്ള സിനിമയാണ്. ഒരു കളിക്കളം ഫോമായിട്ടുള്ള സിനിമയാണ്, ഒരു ബ്രേക്കിംഗ് ബാഡ് മീറ്റ്സ് കളിക്കളമാണ്. അപ്പോൾ ഫീമെയിൽ വേർഷനാണ്. അതിൽ വില്ലൻ പോലും നമ്മൾ പ്ലാൻ ചെയ്തത് മോറിയാർട്ടി ആണല്ലോ വില്ലൻ പോലെ ഒരു ഹീറോനെ വെച്ച് പ്ലാൻ ചെയ്തത് നമ്മൾ മീറ്റ് ചെയ്തല്ലേ പുള്ളിനെ. പക്ഷെ അപ്പോൾ ആ സമയത്ത് അച്ഛനാണ് പറയുന്നത് ഈ പടം ചെയ്താൽ പോരെ, ഈ ത്രെഡ് ചെയ്താൽ പോരെ എന്നുള്ളതാണ്. അപ്പോൾ അച്ഛനാണ് ഇതിന്റെ വഴി തിരിച്ചുവിടുന്നത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ പിന്നെ ഞാൻ അച്ഛനെ റാൻഡായിട്ട് ഈ കഥ പറഞ്ഞത് അച്ഛന് ഇഷ്ടമായി. എൻ്റെ എൻഡും പറഞ്ഞു, ക്ലൈമാക്സ് അച്ഛന് ഫീൽ ചെയ്തു. അപ്പോൾ അച്ഛനത് എപ്പോഴും ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് എപ്പോഴും ഞാൻ എപ്പോൾ നറേറ്റ് ചെയ്താലും ക്ലൈമാക്സ് എനിക്ക് ഞാൻ ഫീൽ ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ അത് നല്ല സൈനാണ്. നമുക്ക് നറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുണ്ടെങ്കിൽ അത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ അത് സംഭവിച്ചത്. ഈ സിനിമ ചെയ്യുമ്പോഴേ ഇപ്പൊ ഏതെങ്കിലും സീൻസ് അച്ഛനെ കാണിക്കോ അല്ലെങ്കിൽ എഡിറ്റഡ് സാധനം കാണിക്കോ? ഞാൻ കാണിച്ചിരുന്നു. ഉണ്ട്. അതൊക്കെ അച്ഛൻ പറഞ്ഞു മതി ഞാൻ തിയേറ്ററിൽ. അതെ അതെ. അപ്പോൾ ഇപ്പൊ അനൂപ് ഇതേ പാത്ത് ആയതുകൊണ്ടാണ് അനൂപായിട്ടുള്ള ഡിസ്കഷൻ, അനൂപിന്റെ ഇൻപുട്ട് വരാറുണ്ടോ അതോ കംപ്ലീറ്റ്ലി അഖിലിന്റെ പടം? ഞങ്ങൾ ഇരട്ടകളായതുകൊണ്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് 20 വർഷം ഒരുമിച്ചാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ 20 വർഷം വരെ അഖിൽ അനൂപ് എന്നാ വിളിക്കുക. ഈ സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ല. അഖിൽ അനൂപ് ഞാൻ ഏത് പേര് വിളിച്ചാൽ നമ്മൾ വിളിക്കും. ഒരാളുടെ പറഞ്ഞ കാര്യം ബാക്കി എന്നോടായിരിക്കും പറയുന്നത്, പക്ഷെ നമ്മൾ അതിന് മറുപടി പറയും, ആരും ബുദ്ധിമുട്ടിക്കില്ല. അത് കൗണ്ടർ ചെയ്തിട്ട് നമ്മൾ ആ ടോപ്പിക് ഫിനിഷ് ചെയ്യും. അപ്പോൾ പിന്നെ ഞങ്ങൾ ലൈഫിൽ 20 വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾ സെപ്പറേറ്റ് ആവുന്നു. 21 മറ്റോ അനൂപ് NID പഠിക്കുമ്പോഴാണ് നമ്മൾ സെപ്പറേറ്റ് ആവുന്നത്. അതേ പിന്നെ ഞങ്ങൾ അപ്പോഴാണ് നമ്മൾ സ്വയം എക്സ്പ്ലോർ ചെയ്യുന്നത്. ഒരാളെ ലൈഫിൽ ആലോചിക്കുക, ഷെമിനെ പോലത്തെ ഒരാൾ 20 കൊല്ലം കൂടെ താമസിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഷെമിൻ തിരിച്ചറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ടൂ മച്ച് ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഫ്രീഡം ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ക്രിയേറ്റീവ് ഫ്രീഡം. അതുകൊണ്ട് ടൂ മച്ച് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഒക്കെ അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട്
അങ്ങനെ നറേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ അനൂപിന് അറിയാം ഇതാണ് കഥ. ഞാൻ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനും അവൻ്റെ എല്ലാം ഫൈനലായിട്ട് കേൾക്കുള്ളൂ. ഇടയിൽ കയറി ഇങ്ങനെ സംസാരിക്കില്ല. പിന്നെ അപ്പോൾ തർക്കം പെട്ടെന്ന് വരും. കാരണം ഒരേ മൈൻഡാണല്ലോ. അതുകൊണ്ട് നമ്മൾ അടി പൊട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ പക്ഷെ നല്ല അനൂപിന് ഇഷ്ടമുള്ള കഥയാണ്. അനൂപ് ഇനിയുടെ ഈ കഥ ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ ചെയ്യണം എന്നുള്ള ആഗ്രഹിച്ചത്. ഇപ്പം ശ്രീനു സാറിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. അപ്പം ഹൃദയപൂർവ്വത്തിന്റെ BTS ഇപ്പൊ ശ്രീനു സാർ അവിടെ വന്നതും ഒക്കെ നിങ്ങൾ വീഡിയോ ഇറക്കിയിരുന്നല്ലോ. അതിൽ അഖിൽ എന്ത് എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഇപ്പം ഈ ഇവർക്ക് ഇപ്പം അച്ഛന്റെ സിനിമയിൽ ഇതുപോലെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒടുവിൽ കൃഷ്ണൻ ആവട്ടെ, ഇങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നല്ലോ. ഇവരുടെ അഭാവം ആളെ എഴുതുമ്പോൾ കഥാപാത്രങ്ങളെ ചിന്തിക്കാൻ പോലും ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഖിൽ ഇന്നസെന്റ് ഒക്കെ ആയിട്ട് ഭയങ്കര നിങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പം ഇത് ഇവരുടെ ഒരു അഭാവം എങ്ങനെയാ ബാധിച്ചിട്ടുള്ളത്? ആ സിനിമയ്ക്ക് അപ്പുറത്താണ്, ലൈഫിലാണ് മിസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഇന്നസെന്റുകൾ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്രീനങ്ങളിൽ എനിക്ക് അത്ര ക്ലോസ് അല്ല, പക്ഷെ എനിക്ക് ശ്രീനങ്ങൾ അച്ഛൻ്റെ പെയിൻ നമുക്ക് അറിയാൻ പറ്റും. അനൂപാണ് അവസാനം അങ്കിളായിട്ട് സ്പെൻഡ് ചെയ്തത്. ഞാനൊക്കെ അങ്ങനെ ഞാൻ പ്രകാശ സമയത്ത് ഞാൻ ഭയങ്കര ത്രൂട്ട് ഉണ്ടായിരുന്നു. ശ്രീനങ്ങൾ ആക്ച്വലി ഇപ്പോഴും അവർ പോയെന്ന് വിശ്വസിക്കാതിരിക്കുകയാണ് നമുക്ക് സേഫ്. ഞാൻ പിന്നെ സമാധാനിക്കുന്നത് ധ്യാനും വിനീതും പോലെ ബുദ്ധിയുള്ള മക്കളുണ്ടായെന്നുള്ളത്. അങ്കിളിന്റെ തോട്ട്സ് ഒക്കെ അവർ ഓർത്ത് വയ്ക്കുന്നുണ്ട്. അത്ര ബുദ്ധിയില്ലാത്തവരാണെങ്കിൽ നമുക്കത് ടെൻഷനായി പോകാനെ. പക്ഷെ വിനീതും ധ്യാനും അങ്കിൾ അവരോട് ജീവിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി അങ്ങോട്ടും. കാരണം അവർക്കെല്ലാം അങ്കിളിന്റെ ഞാൻ ഞെട്ടിപ്പോകുന്നു. വിനീതും ധ്യാനും പറയുന്ന വാക്കുകൾ അച്ഛനിങ്ങനെ പറയുന്നൊക്കെ പറയുമ്പോൾ അങ്കിൾ പറയുന്ന വാക്കുകൾ അവർ സൂക്ഷിച്ചിട്ട് അവർ നമുക്ക് തരാണ്. അപ്പോൾ അവരകത്ത് അങ്കിളിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് സമാധാനം. അപ്പോൾ ഇന്നസെന്റുകളെ നമുക്ക് ഞാൻ ഇപ്പോഴും ഫോണിൽ കാണാറില്ല ഇന്നസെന്റുകളുടെ. കാരണം അത് ഞാനായിട്ട് ഏറ്റവും ആകെ അടുപ്പമുള്ള ഒരു ഫിലിം ആക്ടർ അങ്കിളായിരുന്നു. അപ്പോൾ അത് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ വിനീതും ധ്യാനൊക്കെ ആയിട്ട് നിങ്ങളൊരു സൗഹൃദം ഉണ്ടോ? ഞാൻ ധ്യാനെ കാണുന്നത് ഈ അടുത്താണ്. അതെ അതെ അതെ. നമ്മള് കുട്ടിക്കാലത്ത് എപ്പോഴും കണ്ടിട്ടുണ്ടല്ലാതെ ശ്രീനിവാസൻ എന്നുള്ള കോംബോ മക്കൾ ഇപ്പോഴാണ്. അതെ, വിനീതനെ ഞാൻ ആക്ച്വലി ചെന്നൈയിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു ക്ലോസ് ഒരു പ്രിമേസിൽ വളരാത്തതുകൊണ്ട് അങ്ങനെ അടുപ്പം ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്നല്ലാതെ. ധ്യാനായിട്ട് അനൂപ് ഒരു ആഡ് ഫിലിം വർക്ക് ചെയ്തിട്ടുണ്ട്. ധ്യാനം ഞാൻ കണ്ടത് ഈ അടുത്ത ആണ്, അത്രയും ആയിട്ടില്ല. പക്ഷേ സിനിമ നമ്മൾ അങ്ങനെ ഒരു അമ്മയാണ് വളർത്തിയതല്ലോ. അപ്പോൾ ഒരു അച്ഛൻ തിരക്കുകളായിരുന്നു. ഇപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ എനിക്ക് മോൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല ഈ പടത്തിന്റെ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം. അപ്പോൾ അതുപോലെ ഒരു കുട്ടിക്കാലം നമുക്ക് അങ്ങനെ സിനിമയിൽ നിന്ന് മാറിയിട്ടാണ്. അതുകൊണ്ട് പക്ഷെ വല്ലപ്പോഴും അവിടെ ഇവിടെ ആയിട്ട് കണ്ടോ. എനിക്ക് പ്രണവിനെ കണ്ടോർമ്മയുണ്ട്. പ്രണവിനെ നമ്മളൊരു പിൻഗാമിയുടെ പ്രിവ്യൂന്ന് മദ്രാസിൽ ലൈറ്റ് കത്തുന്ന ഷൂസ് ഇട്ട് ഒരു കുട്ടി ഓടുന്ന ഓർമ്മയുണ്ട്. അതാണ് പ്രണവ്. ചവിട്ടുമ്പോൾ ലൈറ്റ് കത്തുന്ന ഷൂസ് ഇല്ലേ, അതാണ് എന്റെ പ്രണവിന്റെ ഓർമ്മ. ഒരു കുട്ടി ചാടി പോകുന്നത്. അന്നും അവൻ പാർക്കറാണ്. പിന്നെ ഇപ്പം കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ സുജി ചേച്ചിയാണ് എനിക്ക് അടുപ്പുണ്ട്. സുജി ചേച്ചിയായിട്ട് സർവമായയുടെ ക്യാഷ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഥയൊക്കെ. ഈ കഥ നറേറ്റ് ചെയ്യുന്ന ഹാരിസ്. ഞാനിപ്പോ ഗൗതം സാറിനെ കണ്ടു. അപ്പൊ ഞാൻ ഓർക്കുന്നത് സർവമായ ആദ്യമായിട്ട് നറേറ്റ് ചെയ്ത് ഹാരിസ് ജയരാജോടാണ്. ഫസ്റ്റ് നറേഷൻ വെന്റ് ടു ഹാരിസ് ജയരാജ്. മ്യൂസിക്കിനായിട്ടാണ്. അതെന്ത് തരത്തിൽ ഞാൻ പോയെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അത് ജസ്റ്റിന്റെ ഗുരുവാണ്. അപ്പോ പരിചയപ്പെടുന്നതിന് മുമ്പാണോ? അല്ല, പാച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റിനാണ് സാർ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പുള്ളിയുടെ ഭയങ്കര ഫാനാണ്. അപ്പോൾ പുള്ളിനെ മലയാളത്തിൽ കൊണ്ടുവരാന്നുള്ള ആകാശമുണ്ട്. കാരണം ഇതിനിപ്പോൾ രാജീവൻ അല്ലെങ്കിൽ ഉത്തരാമേനോൻ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പുറന്നു വന്നത്. അപ്പോൾ ഒരു ഗൗതമേനോൻ ഫ്ലേവർ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ എനിക്ക് മ്യൂസിക് വൈസ് പുള്ളി ഇത് മ്യൂസിക്കൽ സിനിമ ആയതുകൊണ്ട് ഹാരിസ് സാറിനുണ്ടെങ്കിൽ അങ്ങനെ ഫസ്റ്റ് നറേഷൻ സാധനം. അപ്പോൾ പുള്ളിനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മീറ്റ് ചെയ്യാനും. അപ്പോൾ ഞാൻ കുറേ കാത്തിരുന്നിട്ടാണ് കയറുന്നത്. പക്ഷേ ഗുണം കിട്ടിയത് ഇതിൻ്റെ നറേഷൻ പുള്ളി എൻജോയ് ചെയ്തു ഭയങ്കരമായിട്ട്. ഇമേജിൽ ചെയ്യാൻ പറ്റിയില്ല, ബാക്കി പല നമ്പേഴ്സ് കാര്യങ്ങളൊന്നും മാച്ച് ആയില്ല. പക്ഷേ സ്റ്റിൽ പുള്ളി നല്ല ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് ഉറക്കച്ചിരിക്കും ഹ്യൂമർ കേൾക്കുമ്പോൾ. പിന്നെ ക്ലൈമാക്സിൽ കണ്ണു തന്നെ. അപ്പോൾ എനിക്ക് ടേക്ക് അവേ അതാണ്. കാരണം ഇത്രയും ഒരാളെ ഇംപ്രസ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ടേക്ക് അവേ. പടം ചെയ്യാൻ പറ്റുന്നൊക്കെ പുള്ളിക്ക് പറ്റില്ലെന്നുള്ളൂ. പക്ഷേ ഞാൻ തിരിച്ച് ഓട്ടോയിൽ ജസ്റ്റ് നാമതാ പറഞ്ഞു വർക്കായില്ല. കാരണം ബാക്കി പ്രാക്ടിക്കലി മലയാളത്തിൽ പുള്ളി അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റിനോട് പറഞ്ഞിട്ട് തന്നെയാണ്. അതെ അതെ, ജസ്റ്റിൻ എൻ്റെ ശരിക്കും എനിക്ക് ഹീറോനെ ഇതിൽ നിവിൻ പോലെ തന്നെ എനിക്ക് ജസ്റ്റിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റിനായിട്ട് നമ്മൾ മ്യൂസിക് ഉണ്ടാക്കുന്നത് അതെൻ്റെ സന്തോഷമാണ്. റൈറ്റിംഗ് പോലെ തന്നെ ഞാൻ ശരിക്കും ഇതിലത്തെ പാട്ടുകൾ മെയിൻ ഡെലിവറി പാട്ട് എനിക്ക് ഉറപ്പാണ് ലോകത്തൊരു ഡയറക്ടറും ഒരു പാട്ട് എത്ര കേട്ടിട്ടുണ്ടാവില്ല, ഒരു മനുഷ്യന് ഒരു പാട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം 2024 മുതൽ ജസ്റ്റിന്റെ വോയിസുള്ള ട്യൂൺ മുതൽ റിപ്പീറ്റിലാണ് അവർ ഓടുന്നത്. അത് പക്ഷെ എനിക്ക് ആ പാട്ട് കേട്ടാണ് ഞാൻ സിനിമയുടെ ഒരു അതും ഞാൻ അന്തിക്കാടുന്ന് കുട്ടിക്കാനം പോയത് ഓർമ്മയുണ്ട് ഒരു 4 ദിവസം മുമ്പ്. അപ്പൊ ഞാൻ എപ്പോഴും ചെവിയിൽ ഈ പാട്ടാണ്, ലൂപ്പിലാണ്. അപ്പൊ എൻ്റെ ചിന്ത എന്നുള്ളത് ഡ്രൈവർ കേൾക്കില്ലല്ലോ, ഹെഡ്ഫോൺ അല്ലേ. പക്ഷെ
7 മണിക്കൂറാണ് കുട്ടിക്കാനം. ഈ പാട്ട് മാത്രം ഓടുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് പക്ഷേ ഇത് ബോറടിക്കില്ല. കാരണം എനിക്ക് സിനിമ ഈ പാട്ടാണ്. ഇതിൽ ഓരോ എലമെന്റും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിക്കാനത്ത് എത്തിയിട്ട് ഡ്രൈവർ പറയണേ, സാർ ഈ പാട്ട് മാത്രം കേട്ടല്ലോ അല്ലേ? എനിക്ക് ലീക്ക് ആൾക്ക് കേൾക്കായിരുന്നു. yes. അപ്പോൾ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമയിൽ. ഇതിന്റെ ഇന്റർവൽസിൻ മ്യൂസിക് അല്ല, റൈറ്റിംഗ് പോലും മ്യൂസിക് ഉണ്ട്. ഓക്കെ. മ്യൂസിക് ഇഷ്ടമുള്ളതാണ് എനിക്കത് എഴുതാൻ പറ്റിയത് ആ സീൻ. എൻഡും മ്യൂസിക്കലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫീൽ എന്ന് പറയുമ്പോൾ എനിക്കിതിപ്പോൾ ഞാനിപ്പോൾ എ ഫിലിം ബൈ അക്സ് എൻ്റെ പേരിൽ ഇത് എഴുതി കാണിക്കുന്നില്ല, ചുമ്മാ റിട്ടേൺ ഡയറക്ടർ മാത്രമേ ഉള്ളൂ. പക്ഷേ ജസ്റ്റിൻ ബ്രാവൻ മ്യൂസിക്കിൽ നിന്ന് എഴുതി കാണിക്കുന്നത് എനിക്ക് അത് ഈ പടത്തിലുണ്ട്. അപ്പോൾ ഒരാൾക്ക് മാത്രമാണ് ആ ഗുമ്മുള്ള സാധനം, ബിക്കോസ് അത് ജസ്റ്റിന് അത്രയും ആത്മാവ് കൊടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് പാട്ട്. ഇതിനകത്ത് അതുപോലെ നമ്മൾ കണ്ടു പോകുമ്പോൾ കുറച്ച് സർപ്രൈസിങ് എലമെന്റ്സ് ഉണ്ട്. ഒന്ന് അൽഫോൺസ് പുത്രൻ, അതെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇങ്ങനൊരു അൽഫോൺസ് പുത്രനെയും പ്രതീക്ഷിക്കുന്നില്ല. ആളിലേക്ക് എത്തിയത് എങ്ങനെയാ? അത് നമ്മൾ സാധാരണ സിനിമകളിലൊരു ഒരു സൈക്കാട്രിസ്റ്റിനെ സീൻ വരുമ്പോൾ നമ്മൾ മനസ്സിലാത്തൊരു സി, മറ്റേ വിജയൻ. അതെ 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 വിജയനാണല്ലോ. പിന്നെ സോഫ അല്ലെങ്കിൽ ചെയർ. അപ്പൊ നമ്മൾ പ്രിമൈസ് പൊളിക്കാൻ ആലോചിക്കും. അപ്പൊ ഞാനും അനുഭവം ചെയ്തിട്ടുള്ളതാണ് ഈ കൊപ്ര തൊലി അമ്മ ചെയ്യിപ്പിക്കുന്നതാണ്, കൊപ്ര തൊലി കളയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു വിഷ്വൽ എനിക്ക് മനസ്സിൽ വന്നു. കൊപ്ര തൊലി കളയുന്ന ഒരാൾ, അവിടെ നിന്ന് ഒരു ഓപ്പണിങ് എന്നുള്ള സാധനം. അപ്പോൾ അതിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അൽഫോൺസ് ആകുമ്പോൾ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യില്ല. കാരണം ഒരു ടിപ്പിക്കൽ ഡോക്ടറുടെ രൂപമല്ലല്ലോ. അപ്പോൾ മറ്റേ ആങ്സൈറ്റി ആണോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ സ്ലാങ് പോലും വേറെയാണ്. അപ്പോൾ പക്ഷെ അതിൽ നിന്ന് അൽഫോൺസിന്റെ കണ്ണ് ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ക്യാമറയിൽ ഭയങ്കര രസമുള്ള കണ്ണാണ്. അപ്പൊ അതിൽ പക്ഷെ പവർ ഉണ്ട്. അപ്പൊ ബാക്കി എന്താണ് നമുക്ക് ബാക്കി എല്ലാ ലിബർട്ടി നമുക്ക് ചെയ്യാം. അതിലൊരു ഡിലീറ്റ് ചെയ്ത് പോയ സാധനം ഉണ്ട്. ശരിക്കും അതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇയാള് ഒരു 90 വയസ്സുള്ള, എത്ര 90 അത്ര വയസ്സുള്ള അമ്മൂമ്മയാണ് അതിനകത്ത് അടുത്തിരിക്കുന്നത്. അത് ഓപ്പണിംഗ് എന്ന് പറയുന്നത് പുള്ളി ബ്രേക്കിംഗ് ബാഡിന്റെ കഥ പറയാണ് അമ്മൂമ്മോട്. മറ്റേ ഇത്രയും വലിയ ഹിറ്റായ ഇംഗ്ലീഷ് വെബ് സീരീസ് ഭയങ്കര കാഷ്വലി. അപ്പോഴാണ് ജസ്റ്റ് ഈ മറ്റേ മയക്കുമരുന്നിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമല്ല. ഞാൻ ചിലപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര. അപ്പോൾ അൽഫോൺസ് ചെയ്യുമ്പോൾ ഗുണം വെച്ച് കഴിഞ്ഞാൽ അൽഫോൺസ് അതിന്റെ ക്ലീഷേ പൊളിക്കും. അൽഫോൺസ് വെറുതെ നിന്നാൽ മതി, സംസാരിച്ചാൽ ഒരു ഭയങ്കര റിയൽ ആണ്. പക്ഷെ അൽഫോൺസ് ചെയ്യാം എന്ന് അതെങ്ങനെയാ? അല്ല, റാൻഡം ആയിട്ട് നമുക്കൊരു കാണാത്ത ഒരാൾ, എനിക്ക് അതൊരു ക്യാമിയോ കിട്ടിയ കൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷെ ക്യാമിയോ എനിക്കത് തെളിഞ്ഞിരുന്നില്ല ആര് വേണമെന്ന്. പക്ഷെ പിന്നെ ഇതിനകത്തൊരു ഗുണം കിട്ടിയത് നിവിനായിട്ട് വിനീത് പാടിയിട്ടുണ്ട്. ഇതിനകത്ത് അൽത്താഫ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നിവിന്റെ അപ്പൊ എനിക്ക് അത് ഞാൻ പ്രേമം ചെയ്ത ആൾ ഇതിനകത്തുണ്ടെങ്കിൽ അത് ആ സ്റ്റാർ വാല്യൂ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ആസ് എ സ്റ്റാർ ഡയറക്ടർ നമുക്ക് അൽഫോൺസിന്റെ പ്രസൻസ് പടത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വാവ് ഫാക്ടർ ഉണ്ട് അൽഫോൺസിന്. ആളെ വിളിച്ചപ്പം ആദ്യമേ ഹാപ്പി ആയിട്ട് ഭയങ്കര സ്വീറ്റ് ആണ്. ഈ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ ഉണ്ടോ രണ്ട് ഡയറക്ടേഴ്സ് തമ്മിലുള്ള? ഞങ്ങള് നാച്ചുറലി നിവിനും ഉള്ളതുകൊണ്ട്, നിവിനാണല്ലോ ബ്രിഡ്ജ് ഞങ്ങളുടെ. അപ്പൊ നിവിൻ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം, നിവിൻ നമ്മൾ ഒട്ടിക്കുന്ന സാൻഡ്വിച്ചാണ്, ജാമാണ് നിവിൻ. അപ്പൊ നിവിന്റെ കൂടെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിൽ ഭയങ്കര വാല്യൂ കാണുന്ന ആളാണ് നിവിൻ. അപ്പോൾ നല്ല ആൾക്കാരെ നിവിൻ ചേർത്തിരുന്നതാണ്. അപ്പൊ അൽഫോൺസ് ആയാലും വിനീത് ആയാലും അൽത്താഫ് ആയാലും. എനിക്ക് ഓർമ്മ അൽത്താഫിന്റെ പടം വേണ്ട പോലെ പോവാഞ്ഞപ്പോ, കുതിര പോവാഞ്ഞപ്പോ ആദ്യം വിളിച്ച നിവിനാണ്. അപ്പൊ നിവിൻ ആ സിനിമ റിലീസ് ചെയ്തിട്ട് നമ്മളൊക്കെ അപ്സെറ്റ് ആണ്. ഞാൻ അൽത്താഫിന്റെ അടുത്ത് പോയി ഇരുന്നിരുന്നു. അന്ന് രാത്രി നിവിൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ചെയ്യണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ അത് ഭയങ്കര ധൈര്യം ആലോചിച്ചു. ഒരാള് ഞണ്ടുകൾ ചെയ്ത ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന ഒരു ഹീറോ എന്നുള്ളത് അത് മനുഷ്യത്വമുള്ള ആളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ നിവിനെ അച്ഛനെ ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ അടുത്ത സിനിമയും ആലോചനയുണ്ട്. പക്ഷെ നമുക്ക് സിനിമ അതൊന്നും പറയാൻ പറ്റില്ല. കാരണം അതൊരു ഭാഗ്യമാണ്, ഒത്തുവരണം, എല്ലാം ഒത്തുവരണം. അപ്പൊ നമ്മൾ പ്ലാൻ നടക്കണമെന്നില്ല. ഒരു ലക്ക് ഫാക്ടർ റിയൽ ആണ് സിനിമയിൽ. പക്ഷെ നമ്മൾ ചെന്ന് പേടിച്ചിരിക്കാൻ പാടില്ല, അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ലക്കിനെ കാത്തിരുന്ന പണി ശരിയാവില്ല. അപ്പോൾ പക്ഷെ കാത്തിരുന്നിട്ട് എനിക്ക് ആക്ച്വലി ഇപ്പോൾ പാച്ച് പോലെയല്ല സർവമായ, വേറെ പ്രിമൈസും എല്ലാം വേറെയാണ്, തോട്ട് പ്രോസസ് വേറെയാണ്. ഇത് രണ്ടുമല്ലാത്ത വേറെ പടം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു കുറച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ണുള്ള നിവിൻ അജു കോംബോ ഉള്ള സിനിമ ആഗ്രഹിക്കുന്നുണ്ട്. അൽത്താഫ് അതിനകത്ത് ഉണ്ടെങ്കിൽ എന്തായിരിക്കും സ്ക്രീനിൽ നിവിനും അജും അൽത്താഫും പിന്നെ ഒരു മാജിക് സ്റ്റാറും. അത് ഇപ്പോൾ പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അതും കൂടി ഭയങ്കര രസമുള്ള. അപ്പോൾ ഈ കോംബോ എന്നകത്ത് ഒരു പോസ്റ്റ് 30s റൊമാൻസ് എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമ, 30 കഴിഞ്ഞുള്ള റൊമാൻസ് കാണിക്കുന്ന ഒരു ഏ ജവാനി ആലു ദിവാനി പോലത്തെ ഒരു. സിനിമ ഇപ്പൊ ഇല്ല, അത് അറിയില്ല. കാരണം സിനിമ ഒന്നും പറയാൻ പറ്റില്ല ഏതാണ് എപ്പോഴാണ്. ഞാൻ വലിയ വാചടിച്ചിട്ട് ആ സിനിമ നടന്നില്ലെങ്കിൽ അത് എഴുത്തൊക്കെ കഴിഞ്ഞാണ്. അതിന്റെ ഫസ്റ്റ് പ്രിമൈസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സായിറാം എന്നുള്ള തമിഴ് റൈറ്ററാണ് അതിന്റെ തോട്ടം തന്നിട്ടുള്ളത്. ഞാനും അൽത്താഫും കൂടിയാണ് എഴുതുന്നത്. അപ്പോൾ ഞാനും സാറാമായിട്ടൊരു റഫായിട്ടൊരു വൺലൈൻ ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ അത് പിന്നെ പ്രാക്ടിക്കലി ഈ വുമൻ സെൻട്രിക് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ആൾക്കാർക്കുണ്ട്. സ്റ്റാർ വാല്യൂ നോക്കും എപ്പോഴും.
അപ്പോൾ പക്ഷേ എപ്പോഴെങ്കിലും ധൈര്യമുള്ള പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ ചെയ്യാം. ചെയ്യാവുന്നതാണ്. ഈ സ്ഥിരം മെമ്പേഴ്സിനെ പറഞ്ഞപ്പോഴാണ്, കമ്പനി ആർട്ടിസ്റ്റുകളെ അതെ പറഞ്ഞപ്പോഴാണ്, അതെ ഇപ്പൊ നിങ്ങളുടെ കമ്പനി ആർട്ടിസ്റ്റ് ആണ് ജനാർദ്ദൻ സർ അതെ അല്ലേ? ശരിക്കും സർവമായയുടെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് അച്ഛൻ കാസ്റ്റ് ചെയ്യുന്നത്. അത് ആദ്യം വന്നത് സർവമായിലാണ്. ഓക്കെ. ഓ, ആദ്യം അഖിലാണ് അതെ കാസ്റ്റ് അതെ ചെയ്തത്. അതെ ഓക്കെ. ഞാനത് PDF വായിക്കാൻ കൊടുത്തപ്പോൾ അച്ഛൻ വായിച്ചു നോക്കിയിട്ട് ഇതിനകത്ത് അഭിനയിച്ചാലോ, ഒരു ചിറ്റപ്പനെ കൊണ്ടെന്നാലോ വെച്ചിട്ട് സർവമായിലെ വലിയച്ഛനാണ് ഇതിൽ ചിറ്റപ്പനായി മാറിയത്. ഓക്കെ. അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ആലോചിച്ചത്. പക്ഷെ അത് രണ്ടിലും നന്നായി. ഈ ആളെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് എത്രയോ സിനിമയിൽ നമ്മൾ എന്തൊക്കെ അതെ അതെ വേഷത്തിൽ അതെ അതെ കണ്ടിരിക്കുന്നു, പക്ഷെ അതെ ഇപ്പൊ ആൾക്ക് വേറൊരു ചാമാണ് അതെ അല്ലേ? അതെ അതെ ഞാൻ ഇത് പാച്ചുവിൽ വിനീതേട്ടനിൽ ആ, അന്ന് ലൂസിഫറിൽ മറ്റേ ഡബ് ചെയ്തല്ലാതെ വിനീതേട്ട ഒന്നിലും മെയിൻ അന്ന് സ്ട്രീമിലില്ല. ആക്റ്റീവ് അല്ല. യെസ്. മെയിൻ സ്ട്രീമിലില്ല. അപ്പോൾ റാൻഡമായിട്ട് ഞാൻ ചുമ്മാ ആ റിയാസിലെ ക്യാരക്ടർ എഴുതുമ്പോൾ പെട്ടെന്ന് വന്നാണ് വിനീതാണെങ്കിൽ എങ്ങനെയായിരിക്കും, അപ്പോൾ പുള്ളിയുടെ ശബ്ദവും ലുക്സും മാച്ചായി. പക്ഷെ അത് അതുപോലെയാണ് അതിലെ ജനാർദ്ദനങ്ങൾ. പെട്ടെന്ന് നമുക്ക് തെളിയുന്നത് ഇതിൽ മധുവായിരുന്നുള്ള കാസ്റ്റിംഗ്. അതെ, പുള്ളി 18 അതൊരു വർഷമായി. ഞെട്ടിക്കുന്ന കാസ്റ്റിംഗ് ആയിരുന്നു. 18 വർഷമായി സിനിമയിൽ. അപ്പോൾ സോനു ടി പി എന്നുള്ള അച്ഛൻ്റെ റൈറ്റർ റൈറ്റ്. പുള്ളി എന്നോട് പറയുന്നത് മധുവിൻ്റെ കൂടെ പടം വർക്ക് ചെയ്യുന്നുണ്ട്, ബിജോട്ടനാണ് ഹീറോ. അപ്പോൾ പെട്ടെന്ന് ആ മധുവായിരുന്നുള്ള പേര് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് നമ്മുടെ ദീപുമായിട്ട് വർക്കാവുമല്ലോ. ഭയങ്കര ഗ്രേസ് ഉള്ള ആക്ടറാണ്. മറ്റേ നല്ല രസമാണ് സ്ക്രീനിൽ കാണാൻ. അപ്പോൾ നിവിനായിട്ടൊരു ചായയും തോന്നും നമുക്ക്. അതെ, ചേട്ടനാണെന്ന് അതെ അതെ നമുക്ക് പിന്നെ ഒരു വിശ്വസിക്കാം. സ്നേഹം തോന്നും കാഴ്ചയിൽ. Yes. അപ്പോൾ നമ്മുടെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള, പിന്നെ നമ്പൂരി ഭാഷ പറയാൻ പറ്റുന്ന ആള്. ഭാര്യയാണല്ലോ. അപ്പോൾ അങ്ങനെ അതെ. കുറെ പക്ഷെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും അതൊരു പെർഫെക്റ്റ് കാസ്റ്റ് അതെ ആയിരുന്നു. അതെ 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 അതുപോലെ തന്നെ ഞെട്ടിയൊരു കഥാപാത്രം രഘുനാഥ് പലേരി സാറാണ്. അതെ കാരണം അതെ നമ്മൾ ആളുടെ ഇപ്പോഴത്തെ ഈ അഭിനയ ജീവിതത്തിൽ ഒരുപാട് റോൾസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെ അതെ ഇത്രയും ഡെപ്തിലൊരു ക്യാരക്ടർ അതെ ആൾക്ക് അതെ അങ്ങനെ അതെ കിട്ടിയിട്ടില്ല. അതെ 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 അത് ആളെ എങ്ങനെയാ ഫിക്സ് ചെയ്തത്? അല്ല എനിക്ക് അച്ഛന്റെ സിനിമകൾ അങ്കിളുടെ എഴുതിയിട്ടുള്ള അതെ അതെ ആളാണ്. അങ്കിൾ ആക്ച്വലി ക്ലോസ് ടു ഫാമിലിയാണ്. ഉം. അപ്പോൾ അങ്കിളുടെ ലുക്സ് ഭയങ്കര രസമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അതെ. അപ്പോൾ നല്ല ഒരു നമ്പൂരി, ഐശ്വര്യ നമ്പൂരി ഉം. അച്ഛൻ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫാക്ടർ. ഉം, ഉം, ബാക്കി അത് എഴുതുമ്പോൾ തന്നെ അങ്കിൾ മനസ്സിലുണ്ടായിരുന്നു. ഉം, ആക്ച്വലി ബിഫോർ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് അങ്കിളിന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സീൻസ് ഒന്നും അറിയില്ല. ഉം, ഈ പറയുന്ന ഇമോഷണൽ സീൻസ് ഒക്കെ വരുന്നത് പിന്നെയാണ്. ഉം, അത് റൈറ്റിംഗ് സംഭവിച്ചതാണ്. ആ ഉം, സമയത്ത് നിവിൻ്റെ അച്ഛനായിട്ടൊരു നമ്പൂരിനെ വേണം. ഉം. അപ്പോൾ നിവിനായിട്ട് ഒരു ഐശ്വര്യമുള്ള നമ്പൂരി എന്നുള്ള സാധനം മാത്രം. പക്ഷെ അങ്കിളിന് ഇഷ്ടമായതുകൊണ്ട് നമുക്ക് കാസ്റ്റ് ചെയ്താണ്. ഓക്കെ. ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു, ഉം, എഴുതാൻ പോകുന്നുള്ളൂ പക്ഷെ അങ്കിളാണ് ടച്ച് എന്ന് പറഞ്ഞിരുന്നു. ഉം. അപ്പോൾ പക്ഷെ എഴുതി കഴിയുമ്പോഴാണ് ആ ക്യാരക്ടർ നന്നാവുന്നത്. ഓക്കെ, ഓക്കെ. പാച്ചുല ഹംസധ്വനി എങ്ങനെയായിരുന്നു? പാച്ചുല ഹംസധ്വനി ചുമ്മാ നായികമാണല്ലോ പണ്ടാരം വെച്ചതാണ്. ഉം. പക്ഷെ എഴുതി കഴിയുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് ഉള്ള റൈറ്റർ, നമുക്ക് റൈറ്റിംഗിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ക്യാരക്ടർ. ക്യാരക്ടറായി മാറി. യെസ്. അപ്പോൾ അതുപോലെയാണ് ഇതിലത്തെ അച്ഛൻ്റെ ക്യാരക്ടർ. ഹംസദനിയുടെ ഈ മോണലോഗ്സ് പോലെ ഇതിലും നമുക്ക് ഭയങ്കര ടേക്ക് അവേ ആയിട്ടുള്ള, അതെ അതെ പിന്നീട് മേ ബി ഉം. ആഘോഷിക്കപ്പെടാൻ പോകുന്ന ആഹാ, അല്ലെ, ആഹാ. അങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടാൻ പോകുന്ന കുറെ കാര്യങ്ങൾ ഉം, ഇതിനകത്തുണ്ട്. ഉം, ഉം, ഉം. ഇത്തരം ഡയലോഗ്സ് എഴുതുമ്പോഴേ അതിൽ ഒന്ന് രണ്ട് ചിന്ത വരുമല്ലോ, ഇങ്ങനെ ഫിലോസോഫിക്കലായി അല്ലെങ്കിൽ ഒരു പ്രീച്ചി ആയി പോവാതിരിക്കുക, അതെ അതെ കണക്ട് ആവുക, അതെ അങ്ങനെ ഒരു ബോധരേഷൻ എഴുതുമ്പോണ്ടോ? അത് നമ്മൾ ലെങ്ത് നോക്കണം ഒബ്വിയസ്ലി. പിന്നെ പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ആ ക്യാരക്ടർ അപ്പോൾ പറയാൻ പോകുന്ന സിറ്റുവേഷൻ എന്തായിരിക്കും. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ചില ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പിൽ സാർ എഴുതിയിട്ടുള്ള ഡയലോഗിൽ സോളമൻ്റെ തോട്ടം കുറച്ച് ബെറ്ററാ. ആ ബെറ്റർ എന്നുള്ള വാക്ക് അതിൻ്റെ ക്ലീശ പൊളിച്ചു. അല്ലെ സോളമൻ തോട്ടം ഭയങ്കര മനോഹരമാണെന്ന് പറഞ്ഞാൽ ക്രിഞ്ചായി പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചിന്തിക്കുന്നത് ആ പ്ലേസിൽ പ്രഭേന്ദ്രൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും. ഇപ്പോൾ ഒരു കരച്ചിലൊക്കെ ആയിട്ട് ആകെ സീനായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നാച്ചുറലായി. പിന്നെ നമ്മൾ വീണ്ടും ഒരു പോയിന്റ് കൊടുക്കണം. അപ്പോൾ എനിക്ക് പറയേണ്ട കാര്യമുണ്ട്, ഒരു ബ്ലോക്സ് ഉണ്ട്. ആ ബ്ലോക്സ് വെക്കുന്ന പാക്കേജിങ് ബെറ്റർ ആക്കിയാൽ മാത്രം മതി. ഇങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകൾ ഉപയോഗിക്കുന്നത് അതെ അതെ നന്നായിരിക്കും. ഈ റിയ ഇട്ട് റിലീസ് ചെയ്തൊരു വീഡിയോ ആണെന്ന് തോന്നുന്നത്, എന്തോ ഒരു റീൽ ഇട്ടയിലാണ് നിവിൻ റിയനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അത് ഇമോഷണൽ സീനിന് മുമ്പായിട്ട് ഭയങ്കര ഷൂഷ് ധരിച്ച് ചിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സെറ്റ് അത്രയും ഫ്രീ ആയിരുന്നു. അത്രയും നിവിൻ ഭയങ്കര തമാശക്കാരാണ് ഭയങ്കര. പക്ഷെ റിയക്കും ആ സീനിൽ റിയ ഭയങ്കര ഇമോഷണൽ ആയിട്ട് സീനാണ് ചെയ്യേണ്ടതാണ്. അപ്പൊ നിവിൻ ഇടയ്ക്ക് നിവിൻ തമാശ പല്ലു അടിച്ചിട്ട് സംസാരിക്കും ഇങ്ങനെ ഒക്കെ ഉണ്ട്. ഉള്ളിൽ വെച്ച് പറയാം. പുറമെ നോക്കുമ്പോൾ നിവിൻ ഭയങ്കര പാവായിട്ട് നിൽക്കണ്ടോ, പക്ഷെ അയാൾ ചെയ്യുന്ന പുറത്ത് ചിരിക്കുന്ന പുറത്തായിരിക്കും. അപ്പോൾ ആ കളത്തിലുണ്ട് ഒരു കുട്ടിത്തോണ്ട് നിവിന് എപ്പോഴും. അജുവിനുണ്ട്. രണ്ടുപേർക്കും ആ കുട്ടിത്തോടെ നമ്മളെ വീണ്ടും ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ സെറ്റിൽ അഭിനയിക്കുന്ന ഇപ്പം സത്യൻ സാറിന്റെ കൂടെ ആവട്ടെ നിങ്ങളുടെ കൂടെ എല്ലാവരും പറയുന്നത് തീരല്ലേ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും സെറ്റിലേക്ക് പോകാൻ കൊതിയായിരുന്നു എന്നാണ്. നിങ്ങൾ ഈ പവർ ഹൗസ് ഓഫ് ഹാപ്പിനെസ് ആവുന്ന എങ്ങനെയാ? പണിയെടുക്കാന്നുള്ളതാണ്. പണി അറിയുന്നവരെ കൊണ്ട് ഈ ഹാപ്പി ആവുന്ന ആൾക്കാരുണ്ടല്ലോ, നിവിനാണെങ്കിലും ശരണാണെങ്കിലും അനിലാണെങ്കിലും, അല്ലെങ്കിൽ ഈ ഹാപ്പി ആവുന്ന ആൾക്കാർക്ക് പണി അറിയാമെന്നുള്ളതാണ് പോയിന്റ്. പണി അറിയാത്ത ഒരാൾ പോലും ഹാപ്പി ആവുന്നില്ല. അപ്പോൾ വൺസ് നമ്മുടെ സ്ക്രിപ്റ്റ് റെഡിയാണ്, പ്രെപ്പ് റെഡിയാണ്, എല്ലാം റെഡിയാണെങ്കിൽ പിന്നെ നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഏരിയയാണ് ഷൂട്ടിംഗ്. നമ്മുടെ കൺമുന്നിൽ ഒരു ലോകം ഉണ്ടാവാണ്. അപ്പോൾ അതെല്ലാവരും ഒത്തുചേർന്ന് കാണുകയാണ് ആദ്യമായിട്ട്. അതുവരെ ഞാൻ പറഞ്ഞ മാത്രം കേട്ടുള്ള സാധനങ്ങൾ കൺമുന്നിൽ കാണാണ് കോസ്റ്റ്യൂമിൽ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് പിന്നെ അത് മാക്സിമം നന്നാക്കി പൊലിപ്പിക്കാന്ന് മാത്രം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക് പ്രെപ്പും ബേസിക് പ്ലാനിങ്ങും
പണി പറയുമെങ്കിൽ നമുക്ക് ചില്ല് ചെയ്യാം. ഹാപ്പി ആയിട്ട് അതെ ജോലി അതെ ചെയ്യാം. അതെ. ഒരു ക്ലീശ ചോദ്യം ഞാൻ ചോദിക്കാമേ. ആഹാ. ഇപ്പൊ അച്ഛൻ പറഞ്ഞ ട്രിക്കുകളൊക്കെ പറഞ്ഞു, ഒരു ഉം. സിനിമ സീന്റെ ക്ലീശ എങ്ങനെ പൊളിക്കാം, അങ്ങനെ ഉം, പല ഉം, കാര്യങ്ങളും ഉം, പറഞ്ഞു. ഉം. പക്ഷെ ഈ ലൈഫിൽ കൂടെ കൊണ്ടുപോകുന്ന അച്ഛൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ട്, എന്തായിരിക്കും? മിതത്വം നല്ലതാണ്. നമുക്ക് എന്ത് മതി എന്ന് ചിന്തിക്കാം. യെസ്. ഇതുവരെ മതി. നല്ല പോയിന്റ്. അച്ഛൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ, അച്ഛൻ ഒരിക്കലും പണം അച്ഛനെ മോഹിപ്പിച്ചിട്ടില്ല. പ്രശസ്തി അച്ഛനെ മോഹിപ്പിച്ചിട്ടില്ല. പുള്ളി സിനിമ എടുക്കുന്നത് പുള്ളിയുടെ ഹാപ്പിനെസ്സിനാണ്. അപ്പോൾ റൂട്ടഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ള സാധനമാണ് ഏറ്റവും കൂടുതൽ ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കല്ലെങ്കിൽ ഈ സിനിമ എന്നില്ല, സിനിമ ഭയങ്കര ഇതൊരു ശരിക്കും പറഞ്ഞൊരു വെൽ ഏൺ വെക്കേഷനാണ്. ആൾക്കാർ US പറയില്ലേ, ഒരു വർഷം പണിയെടുത്തിട്ട് ഒരു മാസം നമുക്ക് ഒരു 2 ആഴ്ചയുള്ളൂ സന്തോഷം. ഒരു ഹിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആഴ്ച മാത്രമേ ഉള്ളൂ. അടുത്ത പടം പുറകെ വരും. ഇപ്പോൾ തുടരും കഴിഞ്ഞ് ലോക വന്നു, അത് കഴിഞ്ഞ് വേറെ പടം വന്നു, എക്കോ വന്നു, ഇപ്പൊ സർവമായി കഴിഞ്ഞാൽ അടുത്ത പടം പുറകെ ഉണ്ട്, കാത്തിരിക്കുന്നുണ്ട്. ഇതൊരു ടെമ്പററി വെക്കേഷൻ മാത്രമാണ്. പക്ഷെ അത് വെൽ ഏൺ വെക്കേഷനാണ്. ഒരിക്കലും അത് ഈസി ആയിട്ട് ഉണ്ടായിട്ടുള്ളതല്ല. അപ്പൊ ആ വെക്കേഷൻ വെച്ചാൽ തിരിച്ച് പിന്നെ വീണ്ടും പണിയെടുക്കണം. അപ്പൊ ഞാനെപ്പോഴും ആലോചിക്കുന്നത് ജോലി ഒന്നും ഇല്ലാതിരിക്കാനുള്ള അവസ്ഥ ഞാനിപ്പോഴും ആലോചിക്കും. ഇപ്പൊ നമ്മൾ പല ഡയറക്ടേഴ്സ്, നമ്മൾ ഭയങ്കര ഫാനുള്ള ഡയറക്ടേഴ്സ് പോലും ഇപ്പോൾ വെറുതെ ഇരിക്കണം വീട്ടിൽ. അവർക്ക് സിനിമ എടുക്കാൻ പറ്റുന്നില്ല. വെറുതെ ഇരിക്കാൻ മീൻസ് അവർക്ക് അറ്റ്മോസ്ഫിയർ മാറി, അവർക്ക് പടം ഓണാക്കാൻ പറ്റുന്നില്ല. ഞാനങ്ങനെ എന്നെ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ മേ ബി ആഫ്റ്റർ 5 years ഞാൻ എവിടെയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ആകെ. അപ്പോൾ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന, നമ്മളെ വൈൽഡ് ആക്കുന്ന സ്പേസിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇപ്പോഴും ഞാൻ ആക്കുന്ന നല്ല കഥകൾ ചിന്തിക്കാം. അത് ബേസിക് ബുദ്ധിമുട്ടായി ചെയ്യാൻ പറ്റും. അതിന് ലക്ഷറി കട്ട് ചെയ്താൽ, ബേസിക് ലക്ഷറി വേണം. പക്ഷെ ടൂ മച്ച് പണത്തിന്റെ പുറകെ പോവാതെ നമുക്ക് പണിയെടുക്കാൻ തോന്നിയാൽ രക്ഷപ്പെടും. അഖിലിപ്പം ചെന്നൈയിലാണല്ലോ. അതെ അതെ, ചെന്നൈയിലും അന്തിക്കാട് മാറി മാറി. അതായത് സിനിമ ഉള്ളപ്പോഴാണോ ഇവിടെ? ഞാൻ എല്ലാ മാസം അന്തിക്കാട് വരും. അന്തിക്കാട് ഇല്ലാതെ ജീവിതമില്ല. ഞാൻ കൊച്ചി പോലും അല്ല. ഞാൻ കൊച്ചിയിൽ വരുന്നത് ജോലിക്ക് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ എനിക്ക് ചെന്നൈയിൽ വൈഫ് ജോലി ചെയ്യുന്നുണ്ട്, അവിടെ മോനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഞാൻ പുറത്തൊന്നും പോകില്ല. വീട്ടിനകത്ത് അവൻ്റെ കൂടെ കളിച്ചിരിക്കുക, അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കലാണ് ഏറ്റവും വലിയ. ഞാൻ കുത്തിയിടുന്ന ഫോണാണ്. ഞാൻ എപ്പോഴും ചാർജ് ചെയ്യുന്ന ഫോൺ, എപ്പോഴും ബാറ്ററി ചാർജിങ് ആവശ്യമുണ്ട്. മടിയാണ് നമ്മുടെ ബാറ്ററി. അനൂപ് കൊച്ചിയിലാണ്. അതെ അതെ. അപ്പൊ ഞാൻ ചോദിക്കാൻ, ഇപ്പൊ അച്ഛൻ കംപ്ലീറ്റ് ഒരു സിനിമ ഞാൻ നേരെ അന്തിക്കാട്ടേക്ക് പോകും, ചെന്നൈ നിൽക്കുമ്പോ നാട് മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ അതുകൊണ്ട് എല്ലാ മാസവും വരും. ഒന്നിൽ കൂടെ മേ ബി ചിലപ്പോൾ ഈ വർഷം 2025 കൂടുതൽ നാട്ടിലായിരുന്നു. കാരണം ഇതിന്റെ എഴുത്ത് ഫുൾ അന്തിക്കാട് മാത്രമാണ്. ഈ പടം എഴുതിയത് അന്തിക്കാട് ഇരുന്നിട്ടാ. ഞാൻ ഞെട്ടിപ്പോയത് ഒരു ദിവസം, ഈ നമ്മള് ഇതിലൊരു ഓട്ടംതുള്ളൽ പാട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് അമ്പലത്തിന്റെ ഒരു ഉത്സവം മൂടും. അപ്പോൾ ആ സീൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചാക്യാർ കൂത്ത് വെക്കാൻ തീരുമാനമായി. അത് എനിക്ക് കൊതി കൊണ്ട് വെച്ചാണ് കാണിക്കാൻ. അപ്പോൾ ഒരു ഫൈറ്റിൽ ഓട്ടംതുള്ളൽ പാട്ടുണ്ടെങ്കിൽ രസമായിരിക്കുമല്ലോ, നോക്കടാ നമ്മുടെ, അങ്ങനെയൊക്കെ ആലോചിക്കുകയാണ് ഞാൻ. ആ സമയത്ത് ദൂരാമ്പലത്തിൽ ഓട്ടംതുള്ളൽ കേൾക്കണം. അപ്പൊ ഇതാണ് ദൈവം ഉണ്ടോന്ന് നമുക്ക് ഡൗട്ടായി പോകും. പണ്ടേ നമുക്ക് പണിയെന്നാണോ കറക്റ്റ് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഒരു ഭയങ്കര സെനാരിയാണ് അത്. ഞാൻ അതുപോലെ എനിക്കെപ്പോഴും മറ്റേ ഈ പറഞ്ഞ പോലെ ഒരു ഷോക്കിംഗ് സീൻ, ഞാനൊക്കെ ഇത്രയും വർഷം മുമ്പ് നടന്ന കാര്യം എനിക്കിവിടെ എഴുതാൻ പറ്റിയല്ലോ. അതാണ് പടത്തിന്റെ മൂഡ്, സൂത്രമാണ്. ഒരു എഡിറ്റേഴ്സ് ടെക്നിക്കാണത്. നമ്മൾ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ എഡിറ്റർ റൈറ്റിംഗിൽ ചെയ്ത സൂത്രമാണ് അത്. അതായത് സോഫ്റ്റ് ആയിട്ട് പോകുന്ന എന്നുള്ള സാധനം, അത് ഷോക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനത്തെ ടെക്നിക്ക് നമുക്ക് ഇതൊരു ശരിക്കും ദൈവം ഉണ്ടെന്ന് സംശയിച്ചു പോകുന്ന സമയത്ത് റൈറ്റിംഗ് ആണ് എല്ലാത്തിനും ഉപരി. അത് ഇപ്പോഴും എനിക്കറിയില്ല, അടുത്ത ഞാൻ ചിലപ്പോൾ ഒന്നും എഴുതാൻ പറ്റുന്നുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് ആ പോയിന്റിൽ നമ്മൾ ഇരിക്കാൻ. ഞാൻ ജസ്റ്റിൻ മ്യൂസിക് ഉണ്ടാകുന്ന ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ജസ്റ്റിൻ ആക്ച്വലി മടിയാണ്. ഇപ്പൊ നിവിനായാലും എനിക്കായാലും ജസ്റ്റിനായാലും കോമൺ ഫാക്ടർ മടിയാണ്. പണിയെടുക്കണമല്ലോ എന്നുള്ളതാണ്, നിവൃത്തിലേത് ഇറങ്ങുന്നത്. പക്ഷെ ഇരുന്ന് കഴിഞ്ഞാൽ പണിയെടുക്കും. അപ്പോൾ ജസ്റ്റിന് ഇരിക്കുന്ന കീബോർഡിന്റെ മുന്നിൽ പുള്ളി ഇരിക്കുകയാണ്, ഒന്നുമില്ല, മനസ്സ് ബ്ലാങ്ക് ആണ്. പക്ഷെ അവൻ അവിടെ ഇരുന്നു എന്നുള്ളതാണ് പോയിന്റ്. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ റൈറ്റിങ്ങിന് ഇരിക്കുക, വേറെ അതിന് വേണ്ടിയിട്ട് നമുക്ക്, ഞാനെല്ലാം സ്വന്തം വീട്ടിൽ അമ്മയുടെ ഭക്ഷണം കഴിച്ചാണ് എഴുതിയിട്ടുള്ളത്. വേറെ എവിടെയും പോയിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ശ്രീനങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, നല്ല വൃത്തിയിലൊരു ബാത്റൂമും ഒരു ഫാനും ഒരു ടേബിളും ഉണ്ടെങ്കിൽ നമുക്ക് സിനിമ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേറെ മനസ്സിനകത്താണ് സിനിമയ്ക്ക്. അപ്പോൾ ആ ഇരിക്കുന്ന പോയിന്റാണ് അപ്പോൾ നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, പക്ഷെ എനിക്ക് ആക്ച്വലി കഥ ഉണ്ടാക്കാൻ നറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നറേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് കഥ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അച്ഛനായാലും അങ്ങനെയാണ്, എല്ലാവരും. അപ്പോൾ അങ്ങനത്തെ ഒരു നറേഷൻ ആദ്യം സംഭവിക്കണം. എനിക്കൊരാളെ ഇംപ്രസ് ചെയ്യാൻ പറ്റണം. ഒരു 20 മിനിറ്റ് കൊണ്ട് ഒരാളെ ഇംപ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു 1 മണിക്കൂർ നേരമുള്ള കഥയാക്കി മാറ്റാം, അത് 2 മണിക്കൂറുള്ള സ്ക്രീൻ പ്ലേ ആക്കി മാറ്റാം, എഴുതാം. അപ്പോൾ അത് സംഭവിക്കട്ടെ മാത്രം. ഈ കഥ മനസ്സിൽ വരുമ്പോൾ തന്നെ ഈ നറേഷൻ. അതെ അതെ, നറേഷനിലാണ് ഓടുന്നത്. എഴുത്ത് ഏറ്റവും അവസാനമാണ്, ഏറ്റവും ലാസ്റ്റാണ് എഴുത്ത് സംഭവിക്കുന്നത്. അതിനകത്ത് മനസ്സിനകത്ത് തറവായിട്ടുണ്ടാവും. അപ്പോൾ അത് സംഭവിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. സർവമായ ഒരു മാജിക്കൽ ഹിറ്റ് ആവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു